പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവുമായി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയ് ജോസഫ് അവറുകൾ, തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ നീന ജോയി. ഈ പ്രിയപ്പെട്ടവരെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് പാസ്റ്റർ ജോയി ജോസഫ്. എൻ്റെ വൈഫിൻ്റെ പേര് നീന ജോയ്. എനിക്ക് 3 മക്കളാണ്. 2 ആൺമക്കളും ഒരു മകളുമാണ്. ഒരു 3 പേരും വിദ്യാഭ്യാസത്തിലാണ്. ഞങ്ങൾ ആയിരിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ മലമുകൾ ചർച്ചിലാണ് ശുശ്രൂഷിക്കുന്നത്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ സ്വദേശം. വികാരം എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്രകാരം ഒരു ഞങ്ങൾ ലഭിച്ച സാക്ഷ്യം പറയുവാൻ ഒരു അവസരം അരോമ ടി വിയിലെ ഡാനിയൽ ജോൺ അവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കൂടാതെ ഈ അരോമ ടി വിയിലെ പ്രേക്ഷകരായ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ കുടുംബത്തെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കുന്ന അവസരമാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസി ചില വാക്കുകൾ പറയുന്നത്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അരോമ ടി വിയോടും കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടുമുള്ള നന്ദിയ സ്നേഹത്തെ അറിയിക്കുകയാണ്. എൻ്റെ പേര് നീന ജോയ് എന്നാണ്. ഞങ്ങള് കർത്താവിന്റെ വേലയില് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ മലമുകൾ ചർച്ചിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുമായി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തു വരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അതോടൊപ്പം എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് കൂടെ ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വചനം പഠിക്കുവാനും ആ ഒരു അടിസ്ഥാനത്തിൽ വളരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. എന്നാൽ അവർ പെന്തക്കോസ്തുകാരല്ലായിരുന്നു എങ്കിലും അവർ അടിസ്ഥാനമായി വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞു പ്രായം മുതലുള്ള എൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ, സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണം തരണമെങ്കിൽ ആദ്യം വാക്യം പഠിച്ച്, തലേ ദിവസം പപ്പ ഏൽപ്പിച്ചിട്ട് പോയ വാക്യം അത് അത്രയും പഠിച്ച് പെർഫെക്റ്റ് ആക്കി മമ്മിയെ ഒരു പ്രാവശ്യം പറഞ്ഞ് കേൾപ്പിച്ച ശേഷമേ ഞങ്ങൾക്ക് ഭക്ഷണം തരത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ വളരെ ചെറിയ പ്രായം മുതലേ ആ ഒരു സിസ്റ്റമാറ്റിക് ലൈഫിൽ വളർന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനേകമായ അനുഭവ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയുക അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ വചനം ഞങ്ങളെ ജീവിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എനിക്കൊരു സഹോദരനുണ്ട്. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിതം കഴിച്ചു വന്നു. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ പിതാവ് എൻ്റെ 18ര വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരനും ഒക്കെ ഈ വിശ്വാസത്തിൽ വരുവാൻ ദൈവം അവസ്ഥ ഒരുക്കി. ശരിക്കും പറഞ്ഞാൽ വളരെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ നല്ല ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായത്. ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ സമുദായമായ രീതിയിലായിരുന്നു നടന്നത്. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ദൈവം ഒരുക്കി. എന്നാൽ അതിനുശേഷവും എന്നോട് നിർബന്ധമായിട്ട് ഈ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചോ ഈ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് പ്രിയ ദേവദാസനെ എന്നെ വന്ന് വിവാഹം കഴിച്ചത്. എന്നാൽ അവർക്ക് വ്യക്തമായ അടയാള സഹിതം അല്ലെങ്കിൽ വ്യക്തമായ ദൈവാത്മാവ് അരുളപ്പാട് കൊടുത്തിട്ടാവുന്നു. എന്നാൽ ഏകദേശം എന്നോട് ഈ ഇതിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നോ ഒന്നും പറഞ്ഞിട്ട്, കാരണം ഞാൻ അടിസ്ഥാനപരമായി കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ചു വരുന്നു. പക്ഷെ എങ്കിലും അതിൽ കുറച്ച് പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വചനവുമായിട്ട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലായിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഞങ്ങളുടെ മൂത്ത മകനും ജനിച്ച ശേഷം ഏകദേശം ഒരു 8 മാസമായപ്പോഴേക്കും ഒരു ഞായറാഴ്ച രാവിലെ
ഞങ്ങൾക്ക് ചർച്ചിൽ പോകാൻ, ഞങ്ങളുടെ വീട്ടില് അത്യാവശ്യം സാമ്പത്തികമായ ശേഷിയൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. എന്നാൽ അന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ രൂപ പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഞാനും എൻ്റെ മമ്മിയും, എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു ആ സമയത്ത്. എന്നാൽ ഞാനും എൻ്റെ മമ്മിയും കൂടി രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്നാണ് ഇക്കാര്യങ്ങൾ, അല്ലെങ്കിൽ തലേ ദിവസമേ പോയി ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലാ താമസിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചാൽ സാധാരണ റോഡ് വരെ ഞായറാഴ്ച രാവിലെ എത്തുന്ന കുഞ്ഞിനെയും കൊണ്ട്. എന്നാൽ അന്ന് രാവിലെ ആയപ്പോൾ കാശ് കംപ്ലീറ്റ് കയ്യിലില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അന്നേരം എൻ്റെ മമ്മി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമ്മുടെ ആ ചർച്ചിൽ പോകണ്ട, ഇവിടെ അടുത്തൊരു ദൈവദാസൻ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, ഒന്ന് ഞങ്ങളുടെ അവിടെ ഒരു ദിവസം മീറ്റിങ്ങിന് കൂട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ വീടിന് അടുത്തായിരുന്നു അവരുടെ ആലയം സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ എപ്പോഴും അവരിങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവരെ ഫേസ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് മമ്മി പറയുവാനിടയായി. അങ്ങനെ ഞാനും മമ്മിയും കുഞ്ഞുമായിട്ട് ആ ചർച്ചിൽ പോകാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ആ വിളിച്ച ആ ചർച്ചിലെ ദൈവദാസൻ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം ബോംബെയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കടന്നുപോയിരുന്നു. പകരം ഒരു ദൈവദാസൻ അവിടെ വന്നു. അപ്പൊ ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഞാൻ സാമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ അന്ന് ആ മീറ്റിങ്ങിന് പോകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി 68-ാം സങ്കീർത്തനം വന്ന ദൈവദാസൻ അതെടുത്ത് വായിച്ചിട്ട് ശക്തമായി ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. മാത്രവുമല്ല, അതിലെ ഈ വചനം, നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതും ആകുന്നു എന്നുള്ള ആ വചനം എടുത്ത് അതിശക്തമായി ശുശ്രൂഷിപ്പാൻ തക്കവേണ്ടത് എന്നോട് വ്യക്തിപരമായി ഏകദേശം 1 മണിക്കൂറോളം എന്നോട് മാത്രമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ദൈവദാസൻ എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇദ്ദേഹം എന്നെ കണ്ടിട്ടില്ല, അദ്ദേഹം ഇവിടെ ഉള്ള ദൈവദാസനല്ല, ഈ ദൈവദാസന് പകരമായി തൽക്കാലത്തേക്ക് അന്നത്തെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മാത്രം വന്ന ദൈവദാസന. എന്നോട് വ്യക്തിപരമായി പറഞ്ഞു, സഹോദരി, നിന്നോട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ മീറ്റിംഗ് കഴിഞ്ഞു. എല്ലാവരോടും ബൈ പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ ചെന്നു. എന്നാൽ പിറ്റേ സൺഡേ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ കയ്യിലെല്ലാം പൈസ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, വേറെ ഒരു വിഷയങ്ങളും ഇല്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കുഞ്ഞിനെയും കൊണ്ട് പുറത്ത്, ഞങ്ങളുടെ ബ്രദർ മറ്റേ ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം മമ്മി ചോദിച്ചു, ഇനി എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ഇങ്ങോട്ടാണ്, ഈ റോഡ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പഴയ ചർച്ചിലോട്ട് പോകുന്ന വഴിയാ, എന്നാൽ ലെഫ്റ്റിലോട്ട് പോയാൽ ഈ ചർച്ചിലേക്ക് പോകുന്ന വഴിയാ. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആണ്. എങ്കിലും ഈ വചനം ഞങ്ങളെ വല്ലാതെ തിക്കിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഭയങ്കര ഒരു ഹൃദയഭാരം ദൈവം തരുവാൻ തക്കവണ്ണം തീർന്നു. ഞാൻ ഒടുവില് ഗേറ്റ് പൂട്ടിയ ശേഷം പറഞ്ഞു, ഞാൻ ഇന്ന് എന്തായാലും കഴിഞ്ഞ ആഴ്ച പോയ ചർച്ചിലോട്ട് തന്നെ പോവാ മമ്മി എന്ന് മമ്മിയോട് പറയുവാനിടയായി. അപ്പൊ മമ്മി പറഞ്ഞു, നമുക്കിനി ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ചർച്ചിൽ പോകാൻ തക്കവണ്ണം. അങ്ങനെയാ ഞാൻ ഈ തുടർന്നുള്ള എനിക്ക് തോന്നുന്നു 2 മാസം ദൈവവചനം ശക്തമായി കേൾക്കുവാനും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തിക്കിക്കൊണ്ടിരുന്നു. എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ. ആ സ്നാനമൊന്നും ഞങ്ങളായിരുന്ന സാമുദായിക സഭകളിലായിരുന്നു. എന്നാൽ ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. എന്നാൽ സ്നാനപ്പെടുന്നതിന് മുൻപ് തന്നെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ട കർത്താവിനോട് ചേരുവാൻ ദൈവം കൃപയും ഭാഗ്യവും തന്നു. ക്രിസ്തീയ മതപാരമ്പര്യത്തില് ജീവിക്കുകയും സൺഡേ സ്കൂൾ പഠിപ്പിച്ച് യൂത്തില് സെക്രട്ടറിയായി ചർച്ച് കമ്മിറ്റിയിലൊക്കെ അംഗത്വമൊക്കെ ലഭിച്ചു. അങ്ങനെ പുരോഹിതനോടൊപ്പം എല്ലാ ശുശ്രൂഷയും കൂടെ യാത്ര ചെയ്തും ഒപ്പം നിന്നും ഒത്തിരിയേറെ കാലം ഒപ്പം ആ ബന്ധത്തിലൂടെ വചനം നന്നായി മനസ്സിലാക്കുവാനും, എൻ്റെ മാതാവും പിതാവും, എൻ്റെ വല്യപ്പച്ചൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിശ്വാസത്തിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം സുവിശേഷം പറയുവാനും ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷകളും രോഗശാന്തിയും ഇങ്ങനെയുള്ള ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ മാതാവും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഈ സാമുദായിക സഭയിലായിരിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അനേക ഹൈന്ദവ കുടുംബങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരാനൊക്കെ ഇവരെ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കാലമൊക്കെ വല്യപ്പച്ചൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാനും ഇതറിയാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കും, വേദപുസ്തകത്തിൽ പറഞ്ഞ ദൈവം ആരാണ്, ഇങ്ങനൊന്നും ഉണ്ടോ ചോദിക്കും.
അപ്പൊ അച്ഛൻ പറയും, അത്രയൊന്നും അറിയണ്ട മോനെ, അത്രയൊന്നും അറിയണ്ട എന്ന് പറയും. പക്ഷെ എൻ്റെ ആഗ്രഹം ഇതുണ്ട്, വെറുതെ ആണോ ഇത്? കാരണം ഇവരോടൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും രോഗികളോട് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ നിന്ന് സൗഖ്യമൊന്നും കാണുന്നില്ല. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ചെയ്യുന്ന ശുശ്രൂഷ പോലെ ഒന്നും കാണുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്നെ ഇങ്ങനെ തിക്കിക്കൊണ്ടിരുന്നത്, അപ്പം ദൈവം ഇല്ല. അപ്പൊ ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ച് ഭവനത്തിലേക്ക്, പിന്നെ അന്ന് സൈക്കിളാണ്, ഇങ്ങനെ ഉരുട്ടി കയറ്റമൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ചോദിക്കും, വെറുതെ ഇങ്ങനെ മുകളിട്ട് നോക്കി ചോദിക്കും, കർത്താവ് ഈ വേദപുസ്തകം പറയുന്നൊരു ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അനുഭവിക്കുക, ഒന്ന് കാണുക, ആ സത്യം ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അന്നൊന്നും തിരിച്ചൊരു മറുപടി ഒന്നും കിട്ടിയില്ല. കുറച്ചു കാലം കഴിഞ്ഞ്, എൻ്റെ യൗവനകാലമൊക്കെ കഴിഞ്ഞ് 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഒരു ബിസിനസ് മേഖലയിലൊക്കെ പോയി, വിദ്യാഭ്യാസം കഴിഞ്ഞ് ബിസിനസ് മേഖലയിലൊക്കെ പോയി. അവസാനം കാശൊക്കെ ഇത്തിരി ഏറെ വന്നു. അങ്ങനെ ഏറെ കാശ് വന്നപ്പോൾ അതിൻ്റെതായ ഇഹലോകത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ പോയി, ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി. ഞാൻ വിചാരിച്ച എന്ത് നടക്കും എന്നുള്ള സിറ്റുവേഷനിൽ ഒത്തിരി ബന്ധങ്ങൾ വന്നു. എന്ത് വിചാരിച്ചാലും നടക്കും, എന്തും ചെയ്യാൻ വില്ലിങ്ങാവുന്ന ഒരു നിലവാരത്തിൽ ഞാൻ ഒരു കുതിര പോലെ മാറി. എവിടെയും ഫ്ലൈറ്റിൽ പറക്കും, ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ ആയിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ബിസിനസ് എല്ലാം ഫ്ലോപ്പായി. ഞാൻ നേരെ താഴെ വന്നു. അവസാനം ഞാൻ ഇവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. അവിടെ വെച്ച് എൻ്റെ മാതാവ് ഓരോ ലെറ്ററും എഴുതും. അന്ന് ഈ മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആയിരിക്കുന്ന കമ്പനിയിൽ ടെലഫോണില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രമേ സൗദി അറേബ്യ ഞാൻ ടൗണിൽ വന്നിട്ട് വിളിക്കും. എനിക്ക് ലെറ്റർ ഇങ്ങനെ നിരന്തരമായി എഴുതുമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിനെ മറക്കരുത്, ഇങ്ങനെ എഴുതുമായിരുന്നു. ഒരിക്കലും മാതാവ് ഒരു ലെറ്റർ എഴുതി, നമ്മുടെ ഭവനത്തിൽ പണ്ട് 10-20 വർഷം മുമ്പ് വന്ന ഒരു വിജയൻ എന്ന സഹോദരനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു പെന്തക്കോസ്തൽ പാസ്റ്ററാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം അന്ന് അമ്പലത്തിലെ പൂജാരിയാണ്. 3 അമ്പലത്തിലെ പുള്ളി ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നെറ്റിയിൽ 3 വരയിട്ട് കുറിയിട്ട്, കയ്യിൽ വരെ കുറിയിട്ട് വരുന്ന അദ്ദേഹമാണ്. അപ്പൊ മമ്മി അന്ന് സാക്ഷ്യം പറയുമായിരുന്നു, യേശു രക്ഷിക്കും നിന്നെ. അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, തന്നെ അദ്ദേഹത്തെ ക്രൂശിൽ അടിച്ചു കൊന്ന് കയറ്റിയിട്ടിട്ട് അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം എന്നെ രക്ഷിക്കുമെന്നോ? അന്ന് തമാശയിലും കൂടെ പറഞ്ഞു പോയി. ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹമാണ് എൻ്റെ വീട്ടിൽ വന്ന് വീട് അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പാസ്സായി. ഞങ്ങളായിരിക്കുന്ന വീടിൻ്റെ ഒരു 10 കിലോമീറ്റർ 6 കിലോമീറ്റർ അപ്പുറം അദ്ദേഹം ഇപ്പം ശുശ്രൂഷയിലാണ്, ദേവദാസനാണ്. അദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങളോട് ചോദിച്ചത്, യേശുവിനെ അറിയുമോയെന്ന് ചോദിച്ചു. നിങ്ങളേത് സ്നാനമെന്ന്, ഏത് സ്നാനത്തിൽ പെട്ട സ്നാനം, വേദപുസ്തകം പറയുന്ന സ്നാനമെന്നൊക്കെ ചോദിച്ചു. അപ്പം മമ്മി ഒരു നിമിഷം നിന്നു, എന്തു പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ ദേവദാസൻ പറഞ്ഞതനുസരിച്ച് ഒത്തിരി വെളിപ്പാടുകൾ ദേവദാസൻ അങ്ങോട്ട് മമ്മിയോട് പറഞ്ഞു. മമ്മി അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ വിവരങ്ങൾ എനിക്ക് എഴുതി. അപ്പോൾ എന്നോട് പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം വരും, വീട്ടിൽ വരും, കാണും. അപ്പൊ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചു. നാട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വന്നു, എന്നെ കണ്ടു, സംസാരിച്ചു. ഞാൻ എൻ്റെ അറിവായ കാലം മുതൽ ഞാൻ അപ്പോഴായിരിക്കുന്ന സമയങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി എന്നോട് പറഞ്ഞു. ഞാൻ പോയ റൂട്ടുകളും കാര്യങ്ങളും എല്ലാം എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഭൂമിയിൽ ഒരു മനുഷ്യനും അറിയാൻ പറ്റാത്ത കാര്യം. ഞാൻ അവിടെ സറണ്ടറായി, അവിടെ നെടുമ്പാട് വീഴുന്നു. അതിനുശേഷം ഒരു ഉപവാസ പ്രാർത്ഥന അദ്ദേഹം കൊണ്ടുപോയി അവിടെ വെച്ച് തീരുമാനമെടുത്തു. സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്നെ ദൈവം അഭിഷേകം ചെയ്തു. അങ്ങനെ ഈ വിശ്വാസത്തിൽ വരുവാൻ തൊക്കെയാണ് ഇടയായിത്തീർന്നു. വിവാഹം കഴിക്കുമ്പോൾ അച്ഛൻ സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ 1.5 വർഷമായപ്പോഴത്തേനും ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഏകദേശം ഒരു 5.5 മൂത്തയാൾക്ക് ഒരു 5.15 വയസ്സായപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ നാട്ടിന് ശരിക്കും പറഞ്ഞാൽ ലീവിന് വരേണ്ട സമയമായി. പക്ഷെ ആ ലീവ് 2 വർഷം ആകുമ്പോൾ ലീവിന് വരേണ്ടതാ. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ ഇനി അങ്ങോട്ടല്ല, നീ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരാനാണ് ദൈവത്തിന്റെ പ്ലാന് എന്ന് പറഞ്ഞു. അപ്പോ എന്നാൽ അച്ചായന്റെ കമ്പനിയിൽ അങ്ങനെ ഒരു ഫാമിലി സ്റ്റാറ്റസ് ഉള്ള കമ്പനി അല്ല. എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കമ്പനി അച്ചായന്
ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു ഫാമിലി വിസയല്ല, വിസിറ്റിങ്ങിന് കൊണ്ടുവന്നിട്ട് പിന്നെ അത് ക്രമീകരിക്കത്തക്ക വിധത്തിൽ ഒരു ക്രമീകരണം സ്പോൺസർ കൊടുക്കുവാൻ തക്കവണ് ഇടയായി. അങ്ങനെ ഞങ്ങള് 2006 ജൂൺ മാസം അവസാനം ഞങ്ങള് സൗദി അറേബ്യയിലേക്ക് പോയി, ഞാനും മൂത്ത പൈതലുമായിട്ട്. ഞങ്ങൾ അവിടെ പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ രക്ഷിക്കപ്പെട്ടു എങ്കിലും ആ ഒരു ആദ്യത്തെ ആ തീക്ഷ്ണതയൊക്കെ ഒന്ന് അങ്ങോട്ട് മങ്ങി, കുറച്ചൊക്കെ ഒരു സാധാരണ ഒരു പെന്തക്കോസ്റ്റ് ലൈഫിലൊക്കെ അങ്ങനെ ജീവിച്ച് സന്തോഷത്തോടെ മുമ്പിലോട്ട് പോവുകയായിരുന്നു. എങ്കിലും അധികമായ ദൈവത്തോട് അങ്ങനെ ചേർന്ന് അല്പമായ കർത്താവിന്റെ വേല ചെയ്യും, ട്രാക്ട് കൊടുക്കാൻ പോവും. എങ്കിലും ആ ഉള്ളിൽ ആ തിക്കും തിരക്കും ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അച്ചായൻ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയാൻ ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. പലരും പറയാറുണ്ട്, ഞാൻ ഈ വിശ്വാസി വന്ന ശേഷം പല മാതാക്കൾക്ക് പറയാറുണ്ട്, ഞാൻ ഇന്ന് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളത് ഒരു ആന്റി, ഇപ്പൊ അവർ രണ്ടുപേരും പാസ്റ്ററും അമ്മാമ്മയും നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ മാതാപിതാക്കളുടെ സാക്ഷ്യം എന്നെ പലപ്പോഴും ബലപ്പെടുത്താറുണ്ടായിരുന്നു. കാരണം ആ അമ്മാമ്മ പറഞ്ഞ ഒരു സെന്റൻസ്, ഞാൻ ദൈവ ശബ്ദം കേട്ടല്ലാതെ ഞാൻ പുറത്തോട്ട് വരത്തില്ല രാവിലെ. എനിക്ക് ദൈവശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു അനുഭവം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഉള്ളില് ദൈവം സംസാരിക്കുന്നത്, ഇപ്പം വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കുമല്ലോ, ആ ഒരു എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം എന്നോടൊന്ന് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന ദൈവമാണെങ്കിൽ എന്നോടൊന്ന് ഡയറക്റ്റ് സംസാരിക്കണം. ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പെന്തക്കോസ് അനുഭവമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഉള്ളിൽ ഈ ആഗ്രഹവും ദൈവത്തെ കൂടുതലായി അറിയാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ വിശ്വസിച്ചിരുന്നത് ക്രിസ്ത്യൻ ലൈഫ് വളരെ ഈസിയാണ്, ഒരു പെന്തക്കോസ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്, അങ്ങനെ സമാധാനമായിട്ടൊരു ജീവിതം എന്നുള്ള ഒരു ആഗ്രഹത്തിന് അപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞു. ഏകദേശം 7 മാസം വരെ ഞങ്ങളുടെ വിസ പുതുക്കി കൊണ്ടിരുന്നു. അപ്പൊ കമ്പനിയിൽ നിന്ന് ഞങ്ങളുടെ വിസ പെർമനന്റ് ആക്കുവാനായിട്ട്, അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന് ഒരു സ്പോൺസർ വഴി അറിയുകയും അങ്ങനെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് അതിന്റെ പേപ്പറൊക്കെ ലഭിക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഈ പേപ്പറും ഞങ്ങളുടെ പാസ്പോർട്ടോ കാര്യങ്ങളെല്ലാമായിട്ട് ഞങ്ങളായിരുന്ന അടുത്ത ഒരു മലയാളിയായിരുന്നു അദ്ദേഹം, ഒരു സൗദി സ്പോൺസറിന്റെ കയ്യിൽ കൊടുക്കുവാൻ ഇടയായി. എന്നാൽ ഈ പാസ്പോർട്ടില് വിസ അടിച്ച് ഏകദേശം ഒരാഴ്ചക്കകത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ പാസ്പോർട്ട് ഞങ്ങൾക്ക് അങ്ങനെ വിസ അടിച്ച് കിട്ടിയില്ല. പക്ഷെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു എല്ലാം അടിച്ചു വെച്ചേക്കുവാണ്, അദ്ദേഹത്തിന് അങ്ങോട്ട് പോയി മേടിക്കാനുള്ള എന്തോ തടസ്സമുണ്ട്, അത്രയേ ഉള്ളൂ എന്ന് ഞങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇത് സത്യമല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ അപ്പോൾ വിസ റിന്യൂവലിന്റെ ടൈമിനും ആ ടൈമും കഴിഞ്ഞു പോയി. കാരണം ഞങ്ങളുടെ ചിന്ത എന്ന് വെച്ചാൽ ഓൾറെഡി വിസയില് നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഫാമിലി സ്റ്റാറ്റസ് ആയി കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്നത്. എന്നാൽ എപ്പോ ചോദിച്ചാലും പുള്ളി പറയാം അടുത്ത ആഴ്ച ഞാൻ പോകും, അന്നേരം കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുറച്ച് കാശും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു മാനുഷികമായ ഒരു ചതി, ഒരു വശം നോക്കിയാൽ മാനുഷികമായ ഒരു ചതിയിൽ ഞങ്ങൾ പെട്ടുപോവുകയായിരുന്നു. അങ്ങനെ ഏകദേശം 7.5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവിടെ ഇല്ലീഗലായി. സൗദി അറേബ്യ എന്ന രാജ്യത്ത് നിയമത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്, എന്നാൽ നിയമം അനുസരിക്കുന്നവർക്ക് വളരെ നല്ലൊരു രാജ്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തില് ഞങ്ങൾ ഇല്ലീഗലായി തീരുവാനിടയായി തീർന്നു. അച്ഛൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഞാനും മോനും വിസിറ്റിംഗ് വിസയിൽ പോയിട്ട്. അപ്പൊ അവിടെ ഒരു നിയമമുണ്ട്, സ്കൂളിൽ ചേരണമെങ്കിൽ വിസിറ്റിംഗ് വിസക്കാർക്ക് പറ്റത്തില്ല, അവിടെ ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്നാൽ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസിനുള്ള പേപ്പർ തന്നപ്പോൾ അത് ഏകദേശം 3 മാസത്തിനകത്ത് അത് ക്ലിയർ ചെയ്യൂ എന്നുള്ളത് സാധാരണ രീതിയിൽ അതിനകത്ത് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഇതിനനുസരിച്ച് അവിടെ ഒരു സ്കൂളില് മോന് അഡ്മിഷൻ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷമാണ് ഈ കൊടുത്തു വിട്ട വ്യക്തി ഈ ഒരു കാര്യം ചെയ്തത്. പക്ഷെ ഞങ്ങൾ അറിയുന്നുമില്ല, അങ്ങനെ ഒരു ചതിയിൽ ഞങ്ങൾ പെട്ടുപോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ മോൻ അവിടെ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മുൻപിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. കാരണം അവിടെ ഒരു ദിവസം പോലും നിയമം ലംഘിച്ച് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു രാജ്യമാണ്. ആ രാജ്യത്തിലെ ഓരോ ദിവസവും മുൻപിലോട്ട് പോകാന്ന് പറയുന്നത് വളരെ ടഫായ ഒരു അവസ്ഥയായിട്ട് മാറി.
അങ്ങനെ വന്നപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല. അപ്പം എനിക്കും കുഞ്ഞിനും കൂടി ഒരുമിച്ച് നാട്ടിലോട്ട് വരാനും പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോ അല്ലെ പിന്നെ ജയിലിൽ പോയിട്ട് അതിലേറെ, കാരണം ഇല്ലീഗൽ ആയാൽ അത് അവരുടെ കാരുണ്യത്തിൽ എപ്പോഴാണ് എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ അന്നേരം മോളെ പ്രഗ്നന്റുമാണ്. അപ്പോൾ ഏകദേശം 7 മാസത്തിനകത്താണെങ്കിലേ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് നാട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പുള്ളിയോട് ചോദിക്കുമ്പോഴെല്ലാം പാസ്പോർട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്തിനാ ധൃതിപ്പെടുന്നത്, അതിപ്പൊ കിട്ടും എന്ന് പറഞ്ഞു ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കവേ മോളുടെ ഡെലിവറിയുടെ ടൈം വന്നു. ആ സമയത്തെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായി വല്ലാതെ ഭാരപ്പെട്ടു പോയി. കാരണം അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകണമെങ്കിൽ സാധാരണ ക്ലിനിക്കുകളിലൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകണമെങ്കിൽ നമുക്ക് ഇക്കാമ എന്നുള്ള ഐഡന്റിറ്റി കാർഡ് വേണം. അത് ഞങ്ങൾക്കില്ല. അതിനകത്ത് അന്ന് പഴയ അന്ന് ആ കാലയളവിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ പതിച്ച ഒരു പേജ് ഉണ്ടാകണം. അങ്ങനെയൊക്കെ ഒത്തിരി ആ ഒരു സമയത്തായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇല്ലീഗലായി അവിടെ കഴിയുവാൻ തക്കമുണ്ടായിരുന്നു. അപ്പൊ പ്രസവത്തിനുള്ള സമയമായി, ഏകദേശം 9 മാസം ആകാൻ പോകുന്നു. അപ്പൊ ഈ സമയത്തെല്ലാം ഞങ്ങൾക്കൊരു ആശ്വാസ വാക്ക് പറയാൻ ഒരു മനുഷ്യനില്ല. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ നാളുകളായിരുന്നു. ഈ വിശ്വാസം സ്നാനപ്പെട്ടു, ഞങ്ങൾ ആ സമുദായത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ഞാനും എന്റെ മാതാവ് മാത്രമേ ഈ വിശ്വാസത്തിലേക്ക് വന്നുള്ളൂ. അപ്പം ചോദ്യചിഹ്നമായി ഒത്തിരി ചോദ്യങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ഒറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ഭയങ്കരമായ ചോദ്യങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ വിഷയം പറയുവാനോ കേൾക്കുവാനോ ആരുമില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ആ സമയത്തെല്ലാം പ്രാർത്ഥിക്കാനല്ല, കരയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയത്തുള്ളായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ അടുത്ത ദിവസം മുൻപിലോട്ട് പോകണമെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല. അതിനിടയ്ക്ക് വെച്ച് തന്നെ ഞങ്ങൾ അന്നേരം വരെ ഞങ്ങൾ മറ്റൊരു പോയി താമസിച്ചുകൊണ്ടിരുന്ന ആ ദേവദാസിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഡെലിവറിയും കാര്യങ്ങളും വരുമ്പോൾ അവിടെ നമുക്ക് പരിമിതികളുണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഫ്ലാറ്റ്, പക്ഷെ അവിടെ ഒരു ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ അവിടെ ഇക്കാമ വേണം. ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഫ്ലാറ്റ് കിട്ടത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി പോകുന്നു എന്ന് പറഞ്ഞ് നീ അവിടേക്ക് പോവുക എന്നുള്ള ഒരു ഗൈഡൻസ് കൊടുത്തതനുസരിച്ച് അച്ചായൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ പാസ്പോർട്ടും ആ കോപ്പിയും ഇതെല്ലാമായിട്ട് അവരുടെ ആ ഓഫീസിലേക്ക് പോയി. അതൊരു രാജകുടുംബത്തിന്റെ ബിൽഡിംഗ് ആണ്. എന്നാൽ അവിടെ ചെന്നു ഈ പേപ്പർ എല്ലാം കൊടുത്തു. അപ്പൊ ഈ ഒരു ഫ്ലാറ്റ്, അത് മലയാളിയായിരുന്നു അതിന് മുമ്പ് താമസിച്ചിരുന്നത്. അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോഴത്തേനും നമുക്ക് അടുത്ത് തരുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് സൈൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ രീതിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം നിപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ പേപ്പർ അവര് ആ ഒഫീഷ്യൽസ് നോക്കിയ ശേഷം പേപ്പർ തിരിച്ചു കഴിഞ്ഞിട്ട് എന്റെ അച്ചായന്റെയും കൂടെ പേര് ഫോട്ടോ വരുന്ന ഒരു പേജ് ഉണ്ട്, അതും അതിന്റെ മുന്നത്തെ പേജൂടെ ഒരുമിച്ച് മറിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഒന്നും ചോദിച്ചില്ല, ഞങ്ങളുടെ പേരിലേക്ക് ആ ഫ്ലാറ്റ് എഴുതി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയ ആ വീടിന്റെ ഓണർ അടുത്ത് നിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതൊരു വിശ്വാസിയാ, അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇല്ലീഗലായി, വൈഫും കുഞ്ഞും ഇല്ലീഗലാണെന്നുള്ള അദ്ദേഹത്തിന് നന്നായി അറിയാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനും എൻ്റെ വൈഫിനും ഈ ഫ്ലാറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ വേറൊരു സ്പോൺസർ, എൻ്റെ വൈഫും മറ്റൊരു സ്പോൺസർ, രണ്ടിടത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവർ സമ്മതിച്ചില്ല. അത് പിന്നെ 2 സ്പോൺസേഴ്സ് ഇടപെട്ടതിന് ശേഷമാണ് എനിക്കൊരു ഫ്ലാറ്റ് ഇവിടെ ഇവർ തന്നത്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഫ്ലാറ്റാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇല്ലീഗലായിട്ട് പോയിട്ടും അവിടെ ഞങ്ങൾ 6.25 വർഷം ആ ഫ്ലാറ്റിൽ താമസിച്ചു. അത് മാത്രമല്ല, അത് സൗദി അറേബ്യയിലെ റിയാദ് ക്യാപിറ്റലിന്റെ സെന്ററിലാണ് ഞങ്ങളെ ദൈവം പാർപ്പിച്ചത്. 4 ചുറ്റും 24 മണിക്കൂറും പോലീസ് റോന്ത് ചുറ്റുന്ന സ്ഥലം. സൗദി അറേബ്യയിലുള്ളവർക്ക് ഇന്നും അറിയാം. അത്ര ആ ഏരിയയിൽ ഇങ്ങനെ ഇല്ലീഗലായിട്ട് താമസിച്ചു. ഇവിടെ അതുപോലെ തന്നെ വൈഫിന്റെ ഡെലിവറി, ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ടൈമായിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൗണ്ടറിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അവിടുത്തെ അറബികളാണ്. അവർ ചോദിച്ച് ഇക്കാൻ വരാൻ പറഞ്ഞു, ഐഡന്റിറ്റി കാർഡ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്കുള്ളത് എനിക്കേ ഉള്ളൂ, വൈഫിനില്ല. അപ്പൊ എൻ്റെ അതായത് ഐ ഡിക്കകത്ത് വൈഫിൻ്റെയും ഫാമിലിയുടെ ഫോട്ടോസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം. അതിനൊരു പേജുണ്ട്. അവർ ഇതെല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞ്, ഇതിൽ ഫാമിലി സ്റ്റാറ്റസ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് റിന്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, ഇപ്പം കിട്ടും, ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അവര് എഴുതി. അന്ന് അവര്
ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ തരുമെന്നൊക്കെ ഉണ്ടായിത്തീർന്നു. ഡെലിവറി കഴിഞ്ഞു. കർത്താവ് എന്നോട് ആദ്യം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു, അവിടെ വഴി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു തടസ്സം ഒരു പറഞ്ഞില്ല. അറബികളൊരു തടസ്സം പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് 15 ദിവസത്തെ വാലിഡിറ്റി ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ തക്ക ഇടയായിത്തീർന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും പ്രഗ്നന്റ് ആയി ഇളയ കുഞ്ഞ് മകൻ. ഞാൻ അതായത് അതിന്റെ തലേ ദിവസം, ആദ്യത്തെ മോളുടെ ഡെലിവറിയുടെ തലേ ദിവസം ഞങ്ങൾ അവിടെ ക്ലിനിക്കിലായിരുന്നു അതുവരെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്നാണ് ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ പോകുന്നതിന് മുൻപ് ദൈവത്തിന്റെ ആത്മാവകാരം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപായി പോകുന്നു. നിന്റെ മുൻപിലുള്ള താമ്രവാതിലുകളെയും ഇരുമ്പോടാമ്പലുകളെയും ദുർഘട 45 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെന്ന് താമ്രവാതിലുകളെ ഇരുമ്പോടാമ്പലുകളെയും തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് അതിന്റെ ആഴങ്ങൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കർത്താപ്പച്ചൻ ഇങ്ങനെ തന്നെ ഇടപെട്ടു. എന്നിട്ട് ഞങ്ങൾ രാവിലെ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഈ അച്ചായൻ പറഞ്ഞ പോലെ അവർ നമ്മൾ പറഞ്ഞ ആ സെന്റൻസ് സ്വീകരിച്ചു. നമ്മുടെ റിന്യൂവലിന്റെ ഒരു പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അതിന്റെ കമ്പനി തന്ന പേപ്പർ. അത് മാത്രമേ കാണിച്ചുള്ളൂ. എന്നാൽ അവിടെ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോ മോളുടെ ഡെലിവറി, അപ്പൊ തലേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇതൊരു പെൺകുട്ടിയാണ്, ഇവൾക്ക് എലിസബത്ത് എന്ന് പേരിടണം. ഞങ്ങൾ സ്കാൻ ചെയ്യാൻ, ഞങ്ങൾക്ക് അതിന്റെ സൗദി അറേബ്യയിലെ പ്രൊസീജിയർ ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പോവാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഈ ഗർഭകാലത്തൊന്നും. അതുകൊണ്ട് തന്നെ മറ്റൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ്, അപ്പൊ എനിക്ക് ആ തലേ രാത്രിയിലും പിറ്റേ ദിവസം രാവിലെ, അപ്പോ എലിസബത്ത് എന്ന് പേരിടണമെങ്കിൽ ആ കുഞ്ഞ് പുറത്തു വരും, അതിനെ ദൈവം ബലപ്പെടുത്തി തരും എന്നൊരു വിശ്വാസം എന്റെ കർത്താവ് വർദ്ധിപ്പിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ കർത്താവിന്റെ സ്നേഹം, ശരിക്കും പറഞ്ഞാൽ ആ ദൈവസ്നേഹവും ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴവും ആ ദൈവത്തിന്റെ കരുതലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഈ കാലഘട്ടങ്ങൾ ഞങ്ങളെ വളരെയേറെ സഹായിച്ചു. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ ഞങ്ങൾക്ക് മനുഷ്യരോട് ആരോടും പറയാൻ പറ്റില്ല എങ്കിലും ഞങ്ങളുടെ നെടുവീർപ്പ് പോലും അറിയുന്ന ഒരു ദൈവത്തെ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞ് മോള് ജനിച്ച് ഏകദേശം ഒരു വർഷം ആയപ്പോഴത്തേനും ഞാൻ ഇളയ മോനെ പ്രഗ്നന്റ് ആയി. ആ സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ ആ പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിസ എപ്പോ ചോദിച്ചാലും പുള്ളി ഇതാ പറയുന്നത്, അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഉടനെ കിട്ടും എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയും. അദ്ദേഹം ഒരു മലയാളിയാണ്, ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരും കുടുംബമായി ജീവിക്കുന്നവരാണ്. എന്നാല് മോന്റെ സമയം ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇതുപോലെ ക്ലിനിക്കിലാണ് കാണിച്ചതെങ്കിലും കർത്താപ്പച്ച ഇങ്ങനെ പറഞ്ഞു. അതിന്റെ തലേ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ബാലൻസ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 28 ഞങ്ങൾക്ക് ക്ലിനിക്കിൽ നിന്ന് തന്ന ഡേറ്റ്. എന്നാൽ ജൂലൈ 27-ാം തീയതി ആയപ്പോ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടെ വെക്കേഷന്റെ സമയമാണല്ലോ, നിങ്ങൾ അടുത്ത മാസം ആകുമ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഇവിടെ കുറവായിരിക്കും, നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, ഇപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അല്പമായ BP-യുടെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെല്ലുന്നതിന് മുൻപ് തലേ ദിവസം, ഇപ്പൊ ഞങ്ങൾക്കറിയാം, ഈ ക്ലിനിക്കുകാർക്ക് അറിയത്തില്ല ഞങ്ങളുടെ ഈ പേപ്പർ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എന്താ, അപ്പോ രാജ്യത്തിന്റെ നിയമം ഒന്നുകൂടി കർശനമായിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ തലേ ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് മുൻപായി പോകും. ഞങ്ങളോട് ഇത്രയുമേ കർത്താപ്പച്ചൻ പറഞ്ഞോളൂ. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഞങ്ങൾ രാവിലെ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴേക്കും അന്നിരുന്ന സ്റ്റാഫ് ഒന്നുമല്ല, പുതിയ അറബികളാണ് എല്ലാവരും ഇരിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ ഒരൊറ്റ മലയാളി ഡോക്ടറെ ഉള്ളൂ അന്ന്. അത് ഗൈനക്കിന്റെ ആ ഡോക്ടർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ചെന്നു, ഞങ്ങളോട് ഞങ്ങളുടെ കയ്യിൽ അന്ന് മോളുടെ സമയത്ത് തന്ന ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഫയൽ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു കാർഡ്. ആ കാർഡും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൂടി കൊടുക്കാനായിട്ട് എടുത്തു. പക്ഷെ ഇവർ ആ കാർഡ് മാത്രം എടുത്ത ശേഷം ആ ഫയൽ നമ്പർ അടിച്ചു. ഞങ്ങൾക്ക് അവിടെ വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്തു. ഒന്നും ചോദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതിന്റെ ആഴം ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അന്ന് തുറന്ന വാതിൽ അടയാതിരിക്കേണ്ടതിന് കർത്താവ് അത് തുറന്നിരുന്നു. നമുക്ക് പക്ഷെ ആ കഷ്ടതയുടെ ആ നാളുകൾ നമുക്ക് അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. സൗദി അറേബ്യയിലായിരിക്കുന്ന ഒരു ഫാമിലിയോടും ഇങ്ങനൊരു ഡെലിവറി ഇന്ന ഹോസ്പിറ്റലിൽ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ആരും വിശ്വസിക്കത്തില്ല.
പക്ഷെ ദൈവം ഇത് ചെയ്തു. അവിടെ 2 കുഞ്ഞുങ്ങളെ അവിടെ ദൈവം ജന്മം നൽകി. അപ്പൊ ഏ, അവിടെ രണ്ടും സിസേറിയൻ ആയിരുന്നു. അപ്പൊ സിസേറിയൻ കഴിഞ്ഞാലും 3ന്റെ അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് തരും. പക്ഷേങ്കില് ഈ കുഞ്ഞിന്റെ അപ്പൊ ഞാൻ നേരെ ചെന്നു, ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിന് ഏകദേശം വളർച്ചയായിട്ടുണ്ട്. ഞാൻ മറ്റന്നാൾ നാട്ടിൽ ലീവിന് പോവുക. പിന്നെ ഞാൻ 1.5 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇനി 1 മാസം നിനക്ക് ഡേറ്റ് മുൻപിലോട്ടുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ അങ്ങ് ഡെലിവറി സിസേറിയൻ ശരി. ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അടുത്ത മാസം വരെ ടൈം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു പോയത്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ നമുക്ക് അങ്ങ് സർജറി ചെയ്യാം. ആ പുള്ളിക്കാരി അങ്ങനെ വല്ലാണ്ട് അങ്ങ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ എനിക്ക് അന്ന് തലേ ദിവസം ചെറിയൊരു ഇങ്ങനെ വയറിനൊരു ചെറിയൊരു വേദന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമ്മൾ റിസ്ക് എടുക്കണ്ട, ഡെലിവറി അങ്ങ് നടത്താന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് അരമണിക്കൂർ കൊണ്ട് സിസേറിയൻ കഴിഞ്ഞു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും റൂമിൽ വന്നു. വൈകുന്നേര സമയമായപ്പോ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞൊരു സാക്ഷ്യം. ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഞാൻ ആ തിയേറ്ററിൽ വെച്ച് ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ അതൊരു ബ്രദറൻ വിശ്വാസിയായ ഒരു ഡോക്ടറായിരുന്നു. ആ മാഡം പറഞ്ഞത്, ഞാൻ ഇന്ന് ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായി. കാരണം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ദൈവം ഒരുക്കുന്ന വിടുതൽ, അത് ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി. കാരണം ഞങ്ങൾക്ക് 1 മാസം മുന്നേ ഇനിയും ഡേറ്റ് ഉണ്ടെങ്കിലും ഈ കുഞ്ഞിന്റെ പൊക്കിൾ കൊടി 3 ചുറ്റായിട്ട് ഡോക്ടർ ഈ ഷോള് ഇങ്ങനെ മുറുക്കി കാണിച്ചു തന്നു. ആ കുഞ്ഞ് കിടന്ന സിറ്റുവേഷൻ കഴിച്ചിട്ട് കഴുത്തിൽ ഇങ്ങനെ മുറുകി ഏകദേശം ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞെങ്കിൽ ഈ കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിന് ഒരാഴ്ച മുൻപേ ഇതൊരു ബോയ് ബേബിയാണെന്നും അവന് ഐസക് എന്ന് പേരിടണമെന്നും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഞങ്ങളോട് പറയുവാനിടയായി. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചു, പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവം അങ്ങനെ വ്യക്തമായ അരുളപ്പാട് തന്നപ്പോൾ ഈ കുഞ്ഞ് അങ്ങനെ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളിൽ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാന് ലീവിന് പോകുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ നിർബന്ധിച്ച് സർജറി ചെയ്യിപ്പിച്ചത്. എന്നാൽ ദൈവം കരുതുന്ന കരുതലിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല. കുഞ്ഞിനെ ജീവനോടെ ഒരു ആപത്തും ഇല്ല, ഒരു ഊനതയും ഇല്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ ദൈവം ഞങ്ങൾക്ക് തരുവാൻ തക്കനിടയായി തീർന്നു. ഞാന് വിവാഹത്തിന് മുമ്പ് വന്ന് സ്നാനപ്പെട്ട് ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ മടങ്ങിപ്പോയി. ഞാൻ അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോ, ഈ വിശ്വാസത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു പെയിൻ ആരംഭിച്ചു. അത് ഏറി വന്നു. അവസാനം എൻ്റെ കൈ ചലിക്കാത്തൊരനുഭവത്തിലേക്ക് പോയി. രാത്രിയും പകലും എനിക്ക് പെയിനാണ്. കമ്പനി ഫുള്ള് ഇൻഷുറൻസ് ഉണ്ട്. ഏത് ഹോസ്പിറ്റലിലും പോയി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഹോസ്പിറ്റലിൽ മാറി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അമേരിക്കയുടെ ഹോസ്പിറ്റലുണ്ട്, ജർമ്മൻ ഹോസ്പിറ്റലുണ്ട്. ഇവരെല്ലാം ടെസ്റ്റ് ചെയ്ത് ലാസ്റ്റിൽ പറഞ്ഞു, നിന്റെ കൈ ഇനി ചലിക്കത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കും. റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് വയ്ക്കും. ആ നിലവാരത്തിലെത്തി. രാത്രിയും പോലെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു സിറ്റുവേഷൻ എത്തി. ഹോസ്പിറ്റൽ മാറി കയറി, കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ലാസ്റ്റിൽ ജർമ്മൻ ഹോസ്പിറ്റലിൽ പോയപ്പം അദ്ദേഹം എനിക്ക് നൽകിയത് മെഡിസിൻ, ഇത് പെയിൻ കില്ലറാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ എനിക്ക് പെയിൻ ഇല്ലാതിരിക്കും. നൈറ്റിൽ ഞാൻ ഉറങ്ങുന്നത് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഉണരും, അടുത്ത പെയിൻ കില്ലർ കഴിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് നിന്നു. ലാസ്റ്റ് എൻ്റെ സ്പോൺസർ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ ഒരു ഡോക്ടറുണ്ട്, നീ എൻ്റെ വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ കണ്ടു. അദ്ദേഹം പറഞ്ഞത്, സ്കാനിങ് ചെയ്തു, എക്സ്റേ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ബോൺ മുഴുവനും ഇവിടെ ദ്രവിച്ചു പോയി, ഇനി ട്രീറ്റ്മെൻറ്റിനകത്തൊന്നുമില്ല, അതിൻ്റെ വെയിൻ എല്ലാം ബ്ലോക്കായി ഇവിടെ നിൽക്കുകയാണ്, അതാണ് ഈ പെയിനും നീരും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്പോൺസറോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 6 മാസം ലീവ് തന്നാൽ ഞാൻ നാട്ടിൽ പോയി, ഞങ്ങൾക്ക് അവിടെ നല്ല ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു. 4 മാസം ലീവ് ആ കമ്പനി തരുന്നത്, പക്ഷെ എനിക്ക് 6 മാസം തന്നു. വന്നു. ഞാൻ മെഡിക്കൽ കോളേജ്, ഓർത്തോ, കോസ്മോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടു. അവരും ആ ജർമ്മൻ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തിന് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, അസ്ഥി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ദ്രവിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ നിരാശനായി, വിവാഹം കഴിഞ്ഞിട്ടില്ല, നിരാശനായി ഭവനത്തിൽ മടങ്ങി വന്നു.
6 മാസം ലീവ് വന്ന് 5 മാസവും കഴിഞ്ഞു. മടങ്ങിപ്പോകാനും കഴിയത്തില്ല. ഞാൻ വല്ലാതെ നിരാശനായി ഒരു ദിവസം സന്ധ്യാ സമയത്ത് ഭവനത്തിലിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ആ ശബ്ദം ഞാൻ കേട്ടു. അന്ന് രാത്രിയും എൻ്റെ വിശ്വാസം, ഞാൻ 1 വർഷമായുള്ള വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ വിശ്വാസമൊന്നും അത്രയില്ല. ഞാൻ അന്ന് രാത്രി മെഡിസിൻ കഴിച്ചു കിടന്നു. പക്ഷെ ഞാൻ പ്രഭാതം ആകുന്നത് വരെ ഞാൻ സുഖമായി ഉറങ്ങി. അന്ന് മുതൽ എൻ്റെ കൈ മൂവ് ചെയ്യാൻ തുടങ്ങി. 3-ാം ദിവസം പൂർണ്ണ സൗഖ്യമായി. ഇന്ന് ഈ കരത്തേക്കാൾ ബലം എനിക്ക് ഈ ലെഫ്റ്റ് ഹാൻഡിലും ഉണ്ട്. ഇപ്പോൾ 27 വർഷം കഴിഞ്ഞ് 28ാമത്തെ വർഷമാണ്. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. മെഡിക്കൽ സയൻസിന് കഴിയാത്ത ഒരു കാര്യം എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് കൊണ്ട് എന്നെ സൗഖ്യമാക്കുന്നതുകൊണ്ട് ഇനി ജീവിക്കുന്ന ഒരു നാളും മെഡിസിൻ ഞാൻ കഴിക്കത്തില്ല. ഒരു തീരുമാനമെടുത്തു. അന്ന് മുതൽ ഈ 27 വർഷം 28 വർഷമായിട്ട് ഒരു മെഡിസിൻ ഞാൻ എൻ്റെ ശരീരത്തിൽ കഴിച്ചിട്ടില്ല. എനിക്ക് 3 അറ്റാക്ക് വന്നിട്ടുണ്ട്. ഷുഗർ 587 എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടും 2.25 മാസം ഞാൻ കാഴ്ചയില്ലാതെ ഇരുന്നു. പക്ഷേ ഇതേ ശബ്ദം എന്നോട് സംസാരിച്ചു, എന്നെ സൗഖ്യമാക്കി. ആയതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ വ്യക്തമായി അറിയുവാൻ, അനുഭവിപ്പാൻ ദൈവം സാവകാശം ഒരുക്കി. അനേകരെ ഇന്നും സത്യവചന കർത്താവ് എന്ത് ചെയ്തോ അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ, ആ സത്യവചനത്തിൽ ഉറപ്പിക്കുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുവാണ്. ഈ നാമത്തിന്റെ അധികാരം സ്വർഗത്തിനും ഭൂമിക്കും ഉണ്ട്. നിങ്ങളുടെ ഏത് വിഷയത്തിന്മേലും പരിഹാരം തരുവാൻ യേശുവിന്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് അല്ലാതെ കഴിയത്തില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചത് കൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ തെളിയിച്ചതുകൊണ്ട്, ഞങ്ങളുടെ തലമുറയിൽ തെളിയിച്ചത് കൊണ്ട് ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ ജീവിച്ചൊരു ദൈവമല്ല. ഇന്നും നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, കർത്താവിന്റെ ശബ്ദം വചനം അനുസരിക്കുമെങ്കിൽ, നിങ്ങളെയും ഞങ്ങളെക്കാൾ ഒരു പടി അധികമായി നിങ്ങളുടെ കാര്യത്തിൽ ദൈവം പരിഹാരം തരും. നിങ്ങൾക്ക് സമാധാനം തരും, സ്വസ്ഥത തരും. ഏത് വിഷയമാകട്ടെ, അങ്ങനെ ദൈവം കർത്താവ് ഞങ്ങളെ ഉറപ്പിക്കാൻ തക്കവണ്ണമുണ്ടായി. ഇന്ന് വരെയും ഇത്രയും രോഗങ്ങളെല്ലാം വന്ന്, കാല് മുറിക്കുന്ന ഒരു അസുഖം വന്നു, കാല് മുഴുവൻ പഴുത്തു, അവസാനം അസ്ഥി കാണാം, വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്നു. വൈഫ് പോലും ഭയപ്പെട്ടു പോയി. ഞാനായിരുന്ന സഭയിലെ ദൈവാസം പറഞ്ഞ് വേഗോടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോലെ കാല് മുറിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഞാൻ പോയില്ല. കമ്പനി എനിക്ക് 15 ദിവസത്തെ ലീവ് തന്നു. ഞാൻ ഭവനത്തിൽ വന്നു. ഞാൻ 3 ദിവസം രാത്രിയും പകലും ഉറങ്ങിയില്ല, പെയിൻ കാരണം. പക്ഷെ 3-ാം ദിവസം രാത്രി 1:30 മണിക്ക് എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കി. 15-ാം ദിവസം എനിക്ക് അസ്ഥി കണ്ട ഭാഗത്ത് പഴുപ്പ് മാറി, മാംസം വന്നു, ത്വക്ക് വന്നു, പൂർണ്ണമായി ഹീലായി ഞാൻ ഡ്യൂട്ടിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തങ്ങളുടെ ഇടയായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം, അത്ഭുത മന്ത്രി എന്ന് കർത്താവിന്റെ പേർ മാത്രമല്ല, ഇന്നും കർത്താവെല്ലാം ചെയ്യുന്നു എന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അനേകം മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു. സ്തോത്രം. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത എന്തും, ലോകത്തിന് തരുവാൻ കഴിയാത്ത എന്തും, മനുഷ്യന് കഴിയാത്തത് എന്തും നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ, ആ വ്യക്തിപരമായ ദൈവ കർത്താവിന്റെ ബന്ധത്തിൽ അനേകരെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്നും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ വിഷയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ കർത്താവിനോട് ഒരുപാട് അടുക്കുവാൻ തക്കവണ്ണം തീർന്നു. നമ്മുടെ ഏതൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് മനുഷ്യരോടൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഈ വിഷയങ്ങൾ അറിഞ്ഞ ചെല്ലു പറഞ്ഞു, നിങ്ങളെപ്പോലെ മണ്ടരാരുമില്ല, നിങ്ങൾ എന്ത് മണ്ടത്തരോ കാണിക്കുന്നത്, നിങ്ങളുടെ കുറവ് കൊണ്ടാ, നിങ്ങളുടെ കുറ്റം കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് വിധി എഴുതിയപ്പോഴും വാസ്തവം പലർക്കും അറിയത്തില്ലല്ലോ. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തക്കാരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോഴും യേശുപ്പച്ചി ഞങ്ങളെ മാറോട് ചേർത്താണ്. ഞങ്ങളെ കേൾക്കുന്ന വ്യൂവേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു പക്ഷെങ്കില് ഒരു മനുഷ്യർക്ക് നമ്മുടെ സാഹചര്യം മനസ്സിലായില്ലെങ്കിലും, എല്ലാവരും നമ്മളെ കുറ്റം വിധിച്ച് തള്ളിയാലും, നമ്മുടെ ഹൃദയത്തിലെ നെടുവീർപ്പ്, നമ്മുടെ ഭാരം ഒക്കെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. കർത്താവ് നമ്മളോട് പറയും, സഹായിക്കാമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറയുന്ന പോലെ അല്ല. മനുഷ്യനൊരു പക്ഷെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അവർ പിന്നത്തേതിൽ അവർക്ക് കഴിയത്തില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ മാനുഷിക ബുദ്ധിയിൽ കഴിയണമെന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറ്റി പറയുകയില്ല. നമ്മുടെ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. കാരണം ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചു. പക്ഷെ ഇരുവരുടെയും ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ബർത്ത് സർട്ടിഫിക്കറ്റിന് 15 ദിവസമേ വാലിഡിറ്റി ഉള്ളൂ. അതിനകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുത്തെ മുനിസിപ്പാലിറ്റി ത്രൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ പാസ്പോർട്ട് എടുക്കാനോ നമ്മൾ ലീഗലായി മാറത്തുള്ളൂ. പക്ഷെ അതിന് എൻ്റെ ഇക്കാമ വേണം,
അച്ചായൻ്റെയൊക്കെ. പക്ഷെ എനിക്കത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജനിച്ച ആ കുഞ്ഞുങ്ങളും ഇല്ലീഗലായി. ശരിക്കും പറഞ്ഞാൽ ഒരു 63 രാജ്യത്തെ ആൾക്കാർ ആ സൗദി അറേബ്യയിൽ അന്ന് വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് നമുക്കത് നിയമപ്രകാരം മാത്രമേ നമ്മുടേതായി തീരത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടേതായി തീരത്തുള്ളൂ. അത് കഴിഞ്ഞ് പലപ്പോഴും പല നിയമങ്ങൾ മാറി വന്നപ്പോഴെല്ലാം അച്ചായൻ എംബസിയിൽ പോയി കാര്യങ്ങൾ തിരക്കാനായിട്ട് പോയി. അപ്പോഴെല്ലാം അവർ പറഞ്ഞത്, ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഫയൽ എടുത്ത് ആ പുള്ളിക്കാരനെ എറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇല്ല, നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഒരിക്കലും ലീഗലി പോകാൻ കഴിയത്തില്ല, കാരണം അങ്ങനെ ഒരു നിയമം രാജ്യത്തില്ല, ഇനി വരത്തുമില്ല. അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞ അനേക അനുഭവങ്ങളുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തിരിച്ചു വന്ന് ദൈവസന്നിധിയിൽ കരയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ തക്കവണ്ണം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഒരു ദിവസം ഞാൻ വളരെ ഹൃദയം കൊണ്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ബൈബിൾ എടുത്ത് വായിക്കാനൊന്നും പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഒരു ദേവദാസിന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, നീന നീ പേടിക്കരുത്, നീ ജനല് തുറന്നൊന്ന് നോക്കിക്ക, പുറത്ത് നിങ്ങളുടെ ആ ഫ്ലാറ്റിന്റെ പുറത്ത് ചെക്കിംഗ് നടക്കുകയാണ്, തൊട്ടടുത്ത ഫ്ലാറ്റിൽ അവർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ മാനുഷികമായി നമുക്കൊരു പെട്ടെന്നൊരു ഭയം വന്നു. എന്നാൽ ശരിക്കും അറിഞ്ഞാൽ അവിടെ അങ്ങനെ തളർന്നിരിക്കുക. അച്ചായൻ ആഴ്ചയിലെ ലീവ് കിട്ടത്തുള്ളായിരുന്നു, അവധി കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ അച്ചായനും അവിടെ ഇല്ലായിരുന്നു. അന്നേരം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ റെഡ്, ശരിക്കും നമ്മുടെ ലേസർ പോലെ തോന്നും, അങ്ങനെ ഒരു ഇതില് ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ശരിക്കും പറഞ്ഞാൽ അത്രയും തകർന്ന് താണു. ശരിക്കും ഞാൻ അവിടെ വീണുപോയി. ആ ഒരു അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ വീണ്ടും, എനിക്ക് തോന്നിയതാണോ എന്നറിയാം, ഞാൻ വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോൾ വീണ്ടും എന്നെ അത് ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അത് ആ ഉറപ്പോടെ എന്നെ ബലപ്പെടുത്തി. ഞാൻ അങ്ങനെ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ദൈവം കുറച്ച് കഴിഞ്ഞപ്പോഴേനും ആ ചെക്കിങ്ങിന്റെ ആൾക്കാരെല്ലാം തിരിച്ചു പോകുന്നുവെന്ന് അറിയുവാൻ തക്കവണ്ണം ആ ആന്റി തന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അവർ കഴിഞ്ഞു, നിങ്ങളുടെ ആ ഫ്ലാറ്റിലോട്ട് കയറിയില്ല, അവർ പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വീണ്ടും വർഷങ്ങൾ ഞങ്ങൾ അവിടെ താമസിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഞങ്ങളുടെ ദേവദാസിന്റെ ഭവനത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഞാനും കുഞ്ഞുങ്ങളെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനിടയായിത്തീർന്നു. അവിടെ ആ ബെത്ത എന്ന് പറയുന്ന ആ സെന്ററിൽ എത്തിയപ്പോൾ ഭയങ്കര ചെക്കിങ് നടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ വാഹനത്തിൽ കയറ്റിയാൽ ആ കയറ്റുന്നവരും കൂടി ജയിലിൽ പോകും. അതായിരുന്നു അവിടുത്തെ നിയമം. അപ്പൊ ഞങ്ങൾ ഇല്ലീഗലാന്നുള്ള അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ആ പുള്ളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, നീന ഇന്ന് നീ ഭാരപ്പെടരുത്, ഇന്ന് അവര് അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ജയിലിലേക്കായിരിക്കും പോകുന്നത്, ഭാരപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ജയിലിനകത്ത് കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. അപ്പൊ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ഇല്ല പാസ്റ്ററേ, എന്നോട് മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജയിൽ വഴി പോകുന്നല്ല. അതുപോലെ എന്നെ ദൈവാത്മാവ് വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ 5 പേരെയുമായിട്ട് പുറപ്പെടുവിക്കും, നിങ്ങൾ സമാധാനത്തോടെ പുറപ്പെടും, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്കറിയാം ദൈവം അത്ഭുതങ്ങളെ ചെയ്തല്ലാതെ ഞങ്ങളുടെ വിഷയത്തിന്മേൽ വിടുതലാകത്തില്ല. കാരണം ഒരു കുടുംബം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് മുൻപിലോട്ട് വന്ന് അവരും പോയി നിയമത്തിന്റെ വഴികൾ പോയി മനസ്സിലാക്കിയപ്പോൾ അവര് പറഞ്ഞു, പൈസ കൊണ്ട് നിങ്ങളെ പുറത്ത്, എത്ര കോടി ചെലവാക്കിയാലും നിങ്ങളെ പൈസ കൊണ്ട് ഇവിടെ നിന്ന് പുറത്ത് വിടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും മൂത്ത മോനും ഒരു വലിയ എമൗണ്ട് ഫൈൻ അടച്ച് ഞങ്ങളെ രണ്ടുപേരെയും വേണമെങ്കിൽ കയറ്റി വിടും ജയിൽ വഴി. പക്ഷെ ഈ ഇളയ കുഞ്ഞുങ്ങൾ ഞങ്ങളുടേതാണെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഒരിക്കലും നിയമാനുകൂലമായി വന്നാലേ പറ്റത്തുള്ളൂ. അതിന് CID വെരിഫിക്കേഷൻ ഉൾപ്പെടെ ഒരു വലിയൊരു പ്രൊസീജിയറാണ്. അല്ല എങ്കിൽ അപ്പോൾ ആ ഓഫീസേഴ്സ് പറഞ്ഞത്, ഇല്ല എങ്കിൽ ഈ 2 കുഞ്ഞുങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകാം, അവിടെ ജനിച്ച ഈ 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകാം. അങ്ങനെ മാനുഷികമായൊക്കെ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി. പക്ഷേ എങ്കിൽ അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ വചനം തന്നും ദൂത് തന്നും ഓരോ ദിവസവും ആശ്വാസങ്ങളെ പകർന്നു തന്നും ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാത്രം അപ്പൊ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇത്രയും തുറന്നു പറയുന്നത്, ഞങ്ങളെ കേൾക്കുന്ന ഒരു വ്യക്തിക്കായാലും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. മനുഷ്യരെല്ലാം നമ്മളെ കൈവിടും. ചിലപ്പോൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നവർക്ക് പോലും നമ്മളെ പക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം പറയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നീ ചെയ്ത
തെറ്റിന്റെ കുഴപ്പമാന്ന് പറഞ്ഞ് ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവത്തോട് ചേർന്ന് വസിച്ചാൽ, എന്നാൽ നാം മനഃപൂർവ്വമായിട്ട് തെറ്റിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാദൃച്ഛികമായി നാം ഒരു വിഷയത്തിന്മേൽ അകപ്പെട്ട് നമ്മളാൽ മാനുഷികമായി നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആണ് പോകുന്നതെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെക്കാമെങ്കിൽ ആ ദൈവം പൂർണ്ണമായും നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കവെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കൊരു ഗൈഡൻസ്. ആ സമയം ഏകദേശം 5.5 വർഷം കഴിഞ്ഞ് 5.25 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കയ്യില് ആ പാസ്പോർട്ടും ഒക്കെ തിരിച്ച് ലഭിക്കാനൊക്കെ ഉണ്ടായിട്ട് 5.5 വർഷം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഇവിടെ നാട്ടിൽ എന്റെ മമ്മി മാറ്റപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് ഇല്ലീഗലായി നിൽക്കുന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇല്ല, നിങ്ങൾ 5 പേർക്കുമായിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നു. വീണ്ടും വർഷങ്ങൾ നീണ്ടു. പക്ഷെ ആ സമയത്തെല്ലാം ഓരോ ദിവസവും ദൈവം ഞങ്ങളെ ദൈവം ആരെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളോട് ദൈവം വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ദൈവ ശബ്ദം ഞങ്ങളെ ദൈവം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ ഞങ്ങൾ ബലപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് ആശ്വാസങ്ങളെ പറയുവാൻ, അവരെ ഈ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഒക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മാനുഷികമായി വിചാരിച്ചു ഉടനെ ദൈവം എന്തോ അത്ഭുതം ചെയ്യും. അങ്ങനെ ഇരിക്കവേ അതിന് മുൻപായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിസ ഇല്ലാത്തത്, ഇല്ലീഗലായി നിൽക്കുന്നതുകൊണ്ട് ഒരു ജോലിക്ക് കയറാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് നാളെ ട്യൂഷനൊക്കെ, ഞങ്ങളുടെ ഭവനത്തിൽ കുറച്ച് പിള്ളേർ വരുമായിരുന്നു, ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദേവദാസൻ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ട ഒരു ദേവദാസന്, അദ്ദേഹം പറഞ്ഞു, സഹോദരി ജോലിക്ക് പോകുന്നതും 2 കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളെ 2 പേരുമായിട്ട്, മൂത്തവൻ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ പോകുന്നതും ജോലിക്ക് പോകുന്നത് കാണുന്നതും. ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു. ഒരുപക്ഷെ സാറ ചിരിച്ചതുപോലെ യാതൊരു വിധമായ പ്രതീക്ഷയ്ക്കും വകയില്ലാഞ്ഞത് കൊണ്ടും ഞാൻ അതൊന്നും ആഗ്രഹിച്ചുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വശത്ത്, കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്, ഇത് ഇല്ലീഗലായി നിൽക്കുന്നിടത്തോളം ഇത് പറ്റത്തില്ല, ഇനി അല്ലാതൊരു നിയമം ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോ ഞാൻ അതങ്ങ് ചിരിച്ചു കളഞ്ഞു. പക്ഷെ ഒരു 1.5-2 വർഷത്തോളമായി. അപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ട പ്രായമായി. പക്ഷേങ്കിൽ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും സ്കൂളിൽ ചേർക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്ത മോൻ, അവൻ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ, പുതിയ അഡ്മിഷന്റെ സമയമായിട്ടുണ്ട്, ഞാൻ വിശ്വാസത്താൽ എലിസബത്തിന്റെ പേരങ്ങ് എഴുതിയിട്ടമ്മേന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, മോനെ എഴുതിയിട്ടു ശരിയാ, പക്ഷേങ്കിൽ അന്നേരം ഇന്റർവ്യൂവിന്റെ സമയമാകുമ്പോൾ അവർ വിളിക്കും അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമ്മൾ ഇല്ലീഗലായിട്ട്, എന്തോ മമ്മി എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി, ഞാൻ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസത്തോളം സമയം എടുത്തു. അപ്പോഴേക്കും ഒരു ദിവസം അച്ചായന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു, എലിസബത്തിന്റെ പാരന്റ് ആണോ, ആ കുഞ്ഞിനെയും കൊണ്ട് എൻട്രൻസിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അച്ചായൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ ഇല്ലീഗലായി നിൽക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ വിസ പേപ്പർ, ഇവിടെ നിയമങ്ങളൊക്കെ മാറി വരുന്നുണ്ടല്ലോ, അവർക്കും ഇതിന്റെ ആഴം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ പേപ്പർ ശരിയാക്കുക, എന്തായാലും വന്ന് എൻട്രൻസ് അറ്റൻഡ് ചെയ്യുക, കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമല്ലേ പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻട്രൻസിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു. അപ്പൊ ഞാൻ അവിടെ പുറത്ത് കുഞ്ഞിനെ അതിന്റെ സമയമാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും ഒരു അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ മൂത്ത മകൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് ഇവരുടെ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു, ഞാൻ ട്യൂഷൻ എടുക്കുമെന്നും ആ അധ്യാപകൻ അറിയാമായിരുന്നു. ഞാൻ ട്യൂഷൻ എടുത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇന്നിവിടെ ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ നടക്കുവാണ്, ഒന്ന് അറ്റൻഡ് ചെയ്തുകൂടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഞാൻ ഇതുപോലെ വിസ വിഷയങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതൊന്നും ഇവിടെ മതിയായതുമല്ല എന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല, ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂത്ത മോന്റെ അടുത്ത് ഇവരെ 2 പേരെ ആക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ എൻട്രൻസിന്റെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, മമ്മി പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അതിന്റെ ഇന്റർവ്യൂവിന്റെ ആദ്യത്തെ എഴുത്ത് പരീക്ഷയുടെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ ശേഷം അടുത്ത പറഞ്ഞു, ഇന്ന് തന്നെ അടുത്ത ലിസ്റ്റ് ഇടുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം കുഞ്ഞ് എൻട്രൻസ് കഴിഞ്ഞ് അവള് പുറത്ത് വരുവാനിടയായി. അത് സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സാറ് വന്ന് പറഞ്ഞു, ഏകദേശം 44ഓളം പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യത്തെ 8 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ 8 പേരിൽ എൻ്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതുമായിട്ട് ഇപ്പൊ ഞാൻ പഠിച്ച സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇത്രയും വർഷങ്ങൾ ഞാൻ ആയിരിക്കുന്നു. ഇപ്പൊ സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയത്. അതുകൊണ്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. ഞാൻ എന്നാ പൊക്കോട്ടയം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇന്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കൊണ്ടുവിട്ടത് ആ വണ്ടിയില് ഞങ്ങളെ കൊണ്ടുവിട്ടത് ഒരു പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല മോൾ അവിടെ നിക്ക്, ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, മോൾ എന്തായാലും അതുകൂടെ ഞാൻ അത് കഴിഞ്ഞിട്ടേ വന്ന് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ഇന്റർവ്യൂ ബോർഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ 9 അധ്യാപകരുണ്ടായിരുന്നു. അതില് ഒരു വ്യക്തി ക്രിസ്ത്യൻ ആയിരുന്നു, ബാക്കി എല്ലാവരും മുസ്ലിം മറ്റുള്ള മതക്കാരായിരുന്നു. എന്നാൽ അവിടെ അല്പസമയം അവരെന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുൻപേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്നോട് ഒന്നും ചോദിക്കരുത്, ഞാൻ ഇതുപോലെ മോളുടെ അഡ്മിഷന് വേണ്ടി വന്നതാണ്, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതല്ല, അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കൊന്നുമില്ല, എനിക്കൊരു അല്പസമയം തന്നാൽ ഞാൻ ഒന്ന് പ്രിപ്പയർഡ് ആയി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അവിടെ പറയുവാനിടയായി, ഒരു 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട്, എന്നാൽ അപ്പോഴത്തേനും നോക്കാം, പക്ഷെ എന്തായാലും വന്നതല്ലേ, ഞങ്ങൾ അത്യാവശ്യം 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചോദിച്ച പല ക്വസ്റ്റ്യൻസിനും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ഇപ്പൊ പറയത്തില്ല, ഞാൻ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയത്തില്ല. എന്നിട്ടും അദ്ദേഹം ചോദിക്കാൻ തക്കണം ഇടയെ തരുന്നു, എന്നാ ഏത് സബ്ജക്റ്റാ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു 14 വർഷമായിട്ട് ബൈബിൾ മാത്രമേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, അല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ എനിക്കിപ്പോ ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാ ശരി ബൈബിളിന്. അപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ 1 വർഷം ഇവിടെ പഠിച്ചിട്ടാണ് പോയത്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിലെ ചിന്ത എന്ന് വെച്ചാൽ ഇവർക്കാർക്കും ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൽ നിന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ അദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹം ബൈബിളിനെ കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളും ബിബ്ലിക്കലായിട്ടുള്ള വിഷയങ്ങളും ചരിത്രപരമായ വിഷയങ്ങളും ഒക്കെ ബൈബിളിൽ നിന്ന് ചോദിക്കുവാൻ തക്കാൻ ഇടയായി തീർന്നു. അതിനെല്ലാം ആൻസർ ചെയ്യുവാനായിട്ട് ദൈവം ബലപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഏത് സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് പറയാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കാണിച്ചു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള യേശു തിബിരിയാസിന്റെ കടൽക്കരയിൽ വെച്ച് ചെയ്ത അത്ഭുതം. അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനിടയായി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെമോ അവർ ചെയ്യിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ ആഴങ്ങളൊന്നും മനസ്സിലായില്ല. അപ്പം എന്നോട് ഒടുവിൽ സാറ് പറഞ്ഞു, ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു, പക്ഷെങ്കിൽ ഇവിടെ വേദശാസ്ത്രം പഠിപ്പിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ എടുത്തേനെ, എന്തായാലും ഒരു കാര്യം ചെയ്തോ, 3 മാസം സമയം ഉണ്ട്, പോയി പ്രിപ്പയർഡ് ആയി വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ബൈ പറഞ്ഞു ഇറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അച്ചായന്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു, വൈഫിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, സാലറിയെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോ ശരിക്കും ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റമില്ല എന്നുള്ളതാണ് ഞാൻ ഈ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ തക്കവേണ്ടിയായി തീർന്നത്. അവിടെ ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ എന്റെ വിസ ഇങ്ങനെയാണ് എന്ന് പറയുവാനാണ്. അപ്പൊ അവര് പറഞ്ഞു ഒരു ടൈം പീരീഡ് തരാം, അതിനുള്ളിൽ വെച്ച് നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ ഇപ്പൊ തൽക്കാലം ഒരു ടീച്ചറിന്റെ ഈ സബ്ജക്റ്റിൽ ഒരു മലയാളം ആയിരുന്നു ഞാൻ അവിടെ പഠിപ്പിച്ചത്, ആ സബ്ജക്റ്റിൽ ഒരു ടീച്ചറിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ എന്നെ എടുക്കുമായിരുന്നു. വേറെ 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇന്റർവ്യൂവിന് വന്നവരിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ അവിടെ സെലക്ട് ചെയ്ത് എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാനൊരു 6 മാസം അവിടെ പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ അതിന്റെ പിന്നിലൊരു വിടുതലായതെന്ന് വെച്ചാല് അന്ന് കാണിച്ച പോലെ ആ ദർശനം പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്കൂളിന്റെ നിയമിച്ച ഒരു ടീച്ചർ അവിടെ ജോയിൻ ചെയ്യും. ആ ടീച്ചേഴ്സിന്റെ കുഞ്ഞുങ്ങൾക്ക്, ആ ടീച്ചറിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങൾക്കും ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഒന്നും ഇല്ല എങ്കിലും ഈ 2 കുഞ്ഞുങ്ങളും ആ സ്കൂളിൽ പഠിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ ആ അത്ഭുതകരമായ കാര്യം അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരുപക്ഷെ മാനുഷികമായി നോക്കുമ്പോൾ ഇതെല്ലാം അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ എല്ലാം ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യവും അസാധ്യമല്ലല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഞങ്ങളെ ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം കഴിയില്ല എന്ന്, ഇനി അതിന്മേലൊരു ഉയർച്ചയില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിന്മേൽ ഇനി ഒരു വിടുതലില്ല എന്ന് ഓർത്ത ഭാരത്തിലോ നിരാശയിലോ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായി കർത്താവിനെ അങ്ങ് വിശ്വസിക്കുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് ഇപ്രകാരം പറയും, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തുമില്ല. അങ്ങനെ സന്തോഷമായിട്ട് ആ സ്കൂളിൽ
പഠിപ്പാനും ആ സ്കൂളിൽ ഒടുവില് നിദാഖാത്തിന്റെ നിയമം വന്നപ്പോൾ ഇങ്ങനെ വില്ലകളുടെ സ്കൂളുകളെല്ലാം പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങനെ ആ സ്കൂളിൽ ഏകദേശം ആ സ്കൂൾ അവിടെ പൂട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം ആ വില്ലകളുടെ സ്കൂളുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതുവരെ ഞങ്ങൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുവാനും കുഞ്ഞുങ്ങൾ 3 പേരും അവിടെ പഠിക്കുവാനും ഇടയായി. ഒടുവിൽ മൂത്ത പൈതല് അവിടുന്ന് പഠിച്ചതിന്റെ TC ആയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങള് അതിനുശേഷം ടോട്ടൽ 8.25 വർഷം വൈഫും കുഞ്ഞുങ്ങളും ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 19.5 വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഇതിൻ്റെ 8.25 ലാസ്റ്റ് ടൈം ആയപ്പോൾ നിദാഖത്തും ഒരു നിയമം വന്നു. അതായത് ഇങ്ങനെ ഇല്ലീഗൽ ആയവർക്ക് അവിടുത്തെ ജവാസത്ത് പാസ്പോർട്ട് ഓഫീസ് വഴി തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോകാം, ജയിലിൽ കയറാതെ തന്നെ പോകാമെന്നും പറഞ്ഞൊരു നിയമം വന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കും പോകാമല്ലോ. അങ്ങനെ ഇവിടെ ചെന്നപ്പം അങ്ങനെ ഫാമിലി ആയിട്ടുള്ളതും പോകാൻ പറ്റത്തില്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ, ഇല്ലീഗൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരുന്നു. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ വന്ന നിയമങ്ങളൊന്നും ഫാമിലിക്ക്, അതായത് ഇങ്ങനെ അവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചവർക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ കുഞ്ഞുങ്ങളോട് പോയവർക്ക് അതുപോലെ മടങ്ങി വരാം. പക്ഷെ അവിടെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് വരാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ നിയമങ്ങൾ മാറി മാറി വന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിയമം മാറി വന്നു ഞങ്ങൾക്ക് അനുകൂലമായി. ചില ദിവസങ്ങൾ മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് ദൈവം അതിൻ്റെതായ മുഖാന്തരങ്ങളും സാവകാശങ്ങളും അനേക വ്യക്തികളെ ഒരുക്കി ആ കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ അതിന് മുമ്പ് ഞാൻ ദേവാസത്ത്, അതായത് ജയിലിന്റെ സൂപ്രണ്ടെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, നിനക്ക് പോവാം, ഇവിടെ ജനിച്ച 2 കുഞ്ഞുങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുക, നിന്റെ വൈഫിനെയും മൂത്ത മാനെയും കൊണ്ട് നിനക്ക് പോകാം. അങ്ങനെയല്ലേ നിങ്ങൾ ഇന്ത്യയിൽ വന്നത്. അതുകൊണ്ട് 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക. അതാണ് ഇവിടുത്തെ സൊല്യൂഷൻ, വേറെ ഒരു വഴിയുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കിയെങ്കിലും ഇളയ മകന് ആദ്യമേ ബർത്ത് സർട്ടിഫിക്കറ്റ്, പക്ഷെ മോൾക്ക് അന്ന് 4 വയസ്സ് കഴിഞ്ഞില്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ നിയമം എങ്ങനെയായിരുന്നു വന്നത്, ഇങ്ങനെ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ ആരെങ്കിലും വന്നിട്ട് ഇല്ലീഗൽ ആകുകയും ഇവിടെ വെച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ആ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു നിയമം. അപ്പൊ അവരുടെ ലീഗലാക്കാൻ വേണ്ടിയിട്ട്, ലീഗലാക്കാതെ പോകാനല്ല, നാട്ടിൽ പോകാനല്ല, ശരിക്കും പറഞ്ഞാൽ ലീഗലാക്കാനൊരു നിയമം വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും 5 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഹോസ്പിറ്റലിൽ തന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി, അവർ പുതിയ ബർത്ത് സർട്ടിഫിക്കറ്റ്. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞു പോയാൽ അവിടുത്തെ CID വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോ വൈഫിനും മൂത്ത മകനും ആദ്യമേ വിസ ലീഗലായി തന്നു അവർ. പക്ഷേ ഇളയ 2 കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ നിന്നു. അവസാനം ഇളയ കുഞ്ഞിന് ഇത് കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്തെന്നൊരു ഡേറ്റ് ഇട്ട് തന്നു, May 7 അല്ലേ? May 7. May 7. അപ്പോൾ അന്ന് വരെ വിസ കാലാവധിയുള്ളൂ, റിന്യൂ ചെയ്ത് തന്നത്. ആ ദിവസത്തിനകം ഞങ്ങൾ പുറപ്പെട്ടിരിക്കണം അവിടെ നിന്ന്. ജയില് വഴിയല്ല, ലീഗലി പോയി വരുന്നത് പോലെ. അതായത് വൈഫിന്റെ 8.25 വർഷത്തെ ഫീസ് അവിടെ അടച്ച് വിസ ലീഗലായി. അങ്ങനെ ഐഡിയ ആയി, വൈഫിനും എനിക്കും ഐഡിയ ആയ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാൻ അവിടെ നിയമമുണ്ട്. അങ്ങനെയാണ് ആ കാര്യത്തിലേക്ക് പോയത്. പക്ഷേ ഇളയ മകളുടെ വയസ്സ് 5 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് CID വെരിഫിക്കേഷൻ അതിന് 4 മാസം ടൈം എടുക്കും. ഞങ്ങളുടെ മുമ്പിൽ ഏകദേശം 1.5 ആഴ്ചയേ ഉള്ളൂ. ഞങ്ങൾ ആകെ ഒരു വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി. 7ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 7ാം തീയതി വീണ്ടും ഇല്ലെങ്കിലാവും. സൗദി അറേബ്യ നിയമം അങ്ങനെയാണ്, കർക്കശമായ നിയമങ്ങളാണ്. ലാസ്റ്റിലെ ഈ 7 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞങ്ങള് ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം അതുമായിട്ട് ഈ CID ഓഫീസറെ കാണാൻ പോയി. ആദ്യ ദിവസം പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇവിടെ മകളെയും കൊണ്ടുപോയി, ഇവിടെ ഒന്നും നടക്കത്തില്ല, 4 മാസം എൻ്റെ ഇവിടുത്തെ പ്രൊസീജിയറാണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ യാതൊരു വഴിയിലാണ്. അടുത്ത ദിവസവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ദൈവശബ്ദം കേൾക്കും. മകളെയും കൊണ്ട് അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞ് മകളെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ മെയിൻ ഓഫീസർ CIDയിലെ കൊണ്ടുവന്നു. അദ്ദേഹം കുറച്ചു നേരം ഇരുന്നിട്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് സമയം അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഞാനിത് ചെയ്യാൻ പോവുക, ചിലപ്പോൾ ഞാൻ ജയിലിലാവും, ഞാൻ മരിക്കും, എന്നെ നിയമം, അവിടുത്തെ നിയമം അതാണ്, എനിക്കറിയാം. അപ്പം പറയാണ്, എന്തായാലും ഞാനിത് ചെയ്യാൻ പോവുക. അദ്ദേഹം ഒരു 1.5 മണിക്കൂർ ടൈം എടുത്ത് സിസ്റ്റത്തിൽ ഇതെല്ലാം ചെയ്തു ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നു.
അതിന്റെ ആ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ തന്നു. അതായത് ഫയല് പോസ്റ്റ് വഴി അയക്കേണ്ടതാണ്. അത് ബൈ ഹാൻഡ് വീണ്ടും തന്നു. ഒരിക്കലും പോസ്റ്റ് അതെല്ലാം ബൈ ഹാൻഡ് തരാത്തതാണ്. എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നേരെ മുനിസിപ്പാലിറ്റിയുടെ അവിടുത്തെ ഓഫീസിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ ടൈം കഴിയാറായി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ ഡോറ് ക്ലോസ് ചെയ്ത് ഇറങ്ങുന്നു. ഞാനിത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇതാ ഇങ്ങനെ കയ്യിലാര തന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ഓഫീസിൽ നിന്ന് ഞാൻ തന്നിട്ട് വന്നു. ഇതൊരിക്കലും കയ്യിൽ തരുന്ന പേപ്പർ അല്ലല്ലോ പേപ്പർ എന്ന് അവര് പോസ്റ്റ് ബൈ പോസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞ് ഞാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനവിടെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്നു. ഒരു 3/4 മണിക്കൂർ അവിടുത്തെ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ടൈം കഴിഞ്ഞു, ഓഫീസ് ടൈം കഴിഞ്ഞു. പക്ഷേ ഈ 45 മിനിറ്റ് അവിടെ ഈ എല്ലാ സ്റ്റാഫിനെ ഇരുത്തി അതിന്റെ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ ചെയ്തു. വെബ്സൈറ്റ് അപ്പോൾ തന്നു. അപ്പോൾ രാത്രി 24 മണിക്കൂർ നമ്മുടെ പാസ്പോർട്ട് ഓഫീസുണ്ട്, എംബസി ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചു. 24 മണിക്കൂർ ഈ കാര്യം വന്നു പോകുന്നുണ്ട്. രാത്രി ഞാൻ അവിടെ പോയി. അന്ന് തന്നെ പാസ്പോർട്ട് ലഭിച്ചു. അന്ന് തന്നെ അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തു. അന്ന് തന്നെ അതിൽ എക്സിറ്റ് പഠിച്ചു. എനിക്ക് ലീവ് തന്നു. വൈഫിനും ഉമ്മാനും എക്സിറ്റ് അടിച്ചു. പിറ്റേ ഞങ്ങള് ഇതല്ല മകളുടെ ഈ വിഷയം 4 മാസം പറയുമ്പോൾ തന്നെ ഞങ്ങൾ 5 പേർക്കും ടിക്കറ്റ് എടുത്ത് വിശ്വാസത്താൽ ഈ മെയ് 7 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞങ്ങള് 5 പേർക്കും ടിക്കറ്റ് എടുത്തു. പക്ഷെ അതിനു മുൻപെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ല ഞാൻ നിന്നെ പുറപ്പെടുവിക്കും. നീ സന്തോഷത്തോടെ പുറപ്പെടും. ഈ വചനം തന്ന് ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 2014 മെയ് 7 ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിലെ വന്നപ്പോ ലഗേജ് എല്ലാം കയറ്റി വിട്ടു. ഞങ്ങളവിടെ വന്നപ്പോ കസ്റ്റംസ് ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അവസാനം പോലീസിന്റെ ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വന്നപ്പോഴേക്കും പറയാം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇങ്ങനെ ഒരു നിയമം വന്നു. പക്ഷെ ആ നിയമം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിനു മുൻപ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ചെങ്കടൽ പിളർന്നതുപോലെ ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. പക്ഷെ ചെങ്കടലില് ഇസ്രായേൽ ജനം ആ പ്രാർത്ഥിച്ച ദൈവജനം മാത്രമേ ചെങ്കടൽ കടന്നുള്ളൂ. പക്ഷെ മറ്റാരും ആ വഴിയിലൂടെ അപ്പുറം കടന്നില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആഴം അന്ന് മനസ്സിലായില്ല. എന്നാൽ ഈ എയർപോർട്ടിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. അവരുടെ സിസ്റ്റം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഒടുവിൽ പറഞ്ഞു, ശരിയാണ് ഇങ്ങനെ ഒരു നിയമം വന്നു. അത് ഏകദേശം ഒരു 2 ദിവസം അതിനകത്ത് ഷോർട്ട് ടൈം മാത്രമേ അത് നിലവിൽ നിന്നുള്ളൂ. പക്ഷേ എങ്കിൽ ആ നിയമം അവര് മാറ്റുകയും ചെയ്തു. പക്ഷെ ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വെച്ച് തന്നെയാണ് ഞങ്ങളുടെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് ഈ ഒരു നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ഒരൊറ്റ കുടുംബം മാത്രമേ ആ എയർപോർട്ട് വഴി പുറത്തു പോയിട്ടുള്ളൂ എന്ന് അവര് സാക്ഷിക്കുന്നത്. അങ്ങനെ അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ ചെങ്കടൽ പിളർന്നതുപോലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരത്ഭുതത്തിന്റെ വഴി തുറന്നു. ഒടുവില് ലാസ്റ്റില് ഫ്ലൈറ്റ് 3:30 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് 3:45 വരെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാൻ തക്കണ്ടിടയിൽ തീർന്നു. കാരണം ലാസ്റ്റ് ഫ്ലൈറ്റിന്റെ വാതിൽക്കൽ എത്തിയപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, പോരാ, ഇനി എന്തോ ഒരു ഡൗട്ട് കൂടെ അദ്ദേഹത്തിനുണ്ട്, അതുകൂടെ ക്ലിയർ ചെയ്യണം. വീണ്ടും ഓഫീസർ വന്നായിരുന്നു. തിരിച്ചു പോയിട്ട് അവര് തന്നെ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല ഇതെല്ലാം ക്ലിയർ ആണ്, നിയമത്തിന്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് പോകുന്നത്, വേറൊരു വിഷയവുമില്ല എന്ന് പറയുവാൻ തക്കണ്ടിടയായിട്ട് ലീഗലി ഞങ്ങളെ അവിടെ പുറപ്പെടുവിച്ചു. ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ വന്നിറങ്ങി 7 വർഷം ഞങ്ങൾ തിയോളജി പഠിച്ചു, BTH പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. പിന്നെ കൊറോണയുടെ സമയം വന്നുകൊണ്ട് അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയത്. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞ 2021 ഞങ്ങൾ ഗ്രാജുവേഷൻ ചെയ്ത് ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഈ വിഷയങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങൾ ശുശ്രൂഷയിലുമായിരുന്നു. അവിടെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. 43 വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അവിടെ ദൈവം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയെ ദൈവം അവിടെ ഒരുക്കി. ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങലായിട്ട് ഒരു ദേവദാസനെയും കുടുംബത്തെയൊക്കെ ദൈവം അവിടെ ഒരുക്കി. അനേകർ ഇതിന്റെ പിന്നിൽ ഈ വിഷയം അറിയുന്നവർ വളരെ ചുരുക്കമായിരുന്നു. എന്നാൽ ലാസ്റ്റിലുള്ള ഒരു 6 months അതിനുശേഷം ഒരു 3 months ഞങ്ങളുടെ സഭ മുഖാന്തരം അവിടെ വിശ്വാസികളുടെ അടുക്കലൊക്കെ ഈ വിഷയങ്ങൾ എത്തുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. അനേകര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ വളരെ
സന്തോഷത്തോടെ ഇന്നും അതെല്ലാം ഓർക്കുന്നു. അവരൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ പുറപ്പെട്ടു. ദൈവത്തിന് അനേക വാഗ്ദത്തങ്ങളും ദൈവം വാക്കു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിവർത്തിക്കുമെന്നും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങളിലൂടെ തന്നെ തെളിയിച്ചു. ഞങ്ങളെ ഒന്നുകൂടി വിശ്വാസത്തിൽ ഉറപ്പിച്ചു. കർത്താവ് ഇവിടെ വന്നപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിച്ചു വന്നതാണ്. എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ എന്റെ കാര്യത്തിൽ വിശ്വസ്തയോടെ നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം വിശ്വസ്തയോടെ നോക്കും. അങ്ങനെ ഒരു വാക്കിന്റെ പുറത്ത് മാത്രം ഇവിടെ വന്നപ്പോ അനേക ജോലികൾ ഞങ്ങളെ തേടി വന്നു. പക്ഷേങ്കിൽ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ ഇങ്ങനെയാ കണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങള് സ്റ്റെപ്പ് വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത്രയും കഴിഞ്ഞ ഈ 10 വർഷം ഈ മെയ് മാസത്തിൽ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം പറഞ്ഞതുപോലെ അന്ന് എന്നതുപോലെ ഇന്നും അത്ഭുതകരമായി ഓരോ ദിവസവും സംസാരിച്ച് ദൈവശബ്ദം കേട്ട് ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ദൈവം ഇന്ന് നടത്തുന്നത്. എല്ലാ ദിവസവും ദൈവശബ്ദം കേട്ട് ദൈവഹിതപ്രകാരമാണ് ഓരോ ശുശ്രൂഷ ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നതും, അനേകരെ കർത്താവ് യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതും. മനുഷ്യൻ തന്നാൽ ഒരു വാഹനം തരും, ഒരു നേരത്തെ ആഹാരത്തിന് തരും, ഒരു ഭവനം വെച്ച് തരും, കുറച്ച് കാശ് തരും. പക്ഷെ യേശു വന്നത് നിത്യജീവനെ തരുവാനാണ്. നിത്യജീവൻ പ്രാപിച്ചാൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നിത്യയിൽ ജീവിക്കണമെങ്കിൽ നിത്യജീവൻ പ്രാപിക്കണം. അത് യേശുവിൽ കൂടി മാത്രമേ ലഭിക്കത്തുള്ളൂ. നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് നിങ്ങളും ദൈവമായിട്ട് അഭേദ്യമായ ഒരു ബന്ധത്തിൽ, നിത്യനായ ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരും. ആ ദൈവത്തെ ഭയപ്പെട്ട് ദൈവം പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടുന്ന സകലതും, സമാധാനം, സ്വസ്ഥത, ആശ്വാസങ്ങൾ, ജീവന് പറ്റി വേണ്ട സകലം നൽകും. ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും, ഉയർത്തും, സ്വസ്ഥത നൽകും. ഈ ലോകം വിട്ടു പിരിയുമ്പോൾ നല്ലൊരു നിത്യത ദൈവത്തോടൊപ്പം ലഭിക്കും. ദൈവം കൂടെ ഇരുന്ന് നടത്തും. ദൈവം കൂടെ ഉണ്ടാകും. ഗൈഡ് ചെയ്യുന്ന ദൈവമായിരിക്കും, മനുഷ്യനല്ല. ഇതാ വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം. ഈ കർത്താവ് പറയുന്നവരുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ നമ്മോടൊപ്പം വസിക്കുന്ന ഒരു ദൈവം, നമ്മോടൊപ്പം ഇരിക്കുന്ന ഒരു ദൈവം, നാം ദൈവത്തിന്റെ അടുക്കലാണെന്ന് ദൈവം നമ്മുടെ അടുക്കലാണെന്നുള്ള ആ ബോധ്യത്തോടെ, ആ അനുഭവത്തോടെ, ആ പ്രാഗൽഭ്യത്തോടെ, ആ ഭയത്തോടെ, വ്യക്തതയോടെ, സത്യത്തോടെ, നീതിയോടെ നമ്മൾ ജീവിക്കാൻ തയ്യാറെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയം വന്നാലും ആ ദൈവമായിരിക്കും ഉത്തരവാദി. ദൈവം അതെല്ലാം നന്നായി ചെയ്യും. ഈ ഭൂമിയിലെ ജീവിതം ധന്യമാകും. ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമാകും. കുടുംബം അനുഗ്രഹിക്കപ്പെടും. തലമുറ അനുഗ്രഹിക്കപ്പെടും. ദേശത്തും ലോകത്തും മാനിക്കപ്പെടും. ദൈവം കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ ഇവിടെ ഈ ഭൂമിയിലെ യാതൊരു വിഷയങ്ങളെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഞങ്ങളുടെ ജീവിത അനുഭവം ഒന്നുകൂടി പറയട്ടെ. കാരണം നമ്മൾ ഈ ഭൂമിയിലുള്ള എന്ത് നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചാലും അതെല്ലാം ഇവിടെ വിട്ടേച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ പ്രാർത്ഥിക്കാറില്ല. എങ്കിൽ എന്നാ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് തന്നൊരു ഗൈഡൻസ്, നാം നേരോടെ സത്യസന്ധമായി ദൈവമുഖത്തേക്ക് നോക്കി മാത്രം നിൽക്കുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം, നമുക്ക് വേണ്ടുന്നത് എന്താ, ഇപ്പൊ നമ്മുടെ മക്കൾ ഒരു കാര്യം നമ്മളോട് ചോദിക്കുവാണെങ്കിൽ അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് നിവർത്തിച്ചു, അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ നിവർത്തിച്ചു കൊടുക്കാറില്ല. അപ്പൊ നാം ദൈവത്തോട് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ ഈ ലോകത്തിലുള്ളത് ചോദിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം. ആവശ്യമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് മാത്രം ദൈവം തരും. അത് മതി നമുക്ക് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്, അത് മതി. ദൈവം നമ്മെ അങ്ങനെ, വചനം ഇങ്ങനെ പറയുന്നു, ബൈബിൾ ഇങ്ങനെ പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ പിന്തുടരും. നമ്മൾ അതിന്റെ പുറകാലെ പോകണ്ട. നമുക്ക് എപ്പോഴും വീഴ്ച പറ്റുന്നത് ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒക്കെ നമ്മൾ ചോദിച്ച് അതിന്റെ പിന്നാലെ നാം വല്ലാതെ സഫർ ചെയ്ത് അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഞങ്ങളെ കേൾക്കുന്ന എല്ലാ വ്യൂവേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിലെ ഒന്നിന്റെയും പുറകാലെ പോയി നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. ആ നിത്യജീവൻ എന്നുള്ളത്, ഈ ഭൂമിയിൽ നാം മരിച്ചവരായിരുന്നു, ആ സ്ഥാനത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ നൽകി നമ്മളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തൊരു വലിയ നിത്യതയുണ്ട്. ആ നിത്യജീവനുണ്ട്. ആ നിത്യതയെ ഉറപ്പാക്കിക്കൊണ്ട് വേണം ഈ ഭൂമിയിൽ നമ്മുടെ ഓട്ടം ഓടുവാൻ. ആ ഓട്ടത്തിന് വിഘ്നമായിട്ട് ഈ ഭൂമിയിലെ യാതൊരു വിഷയങ്ങൾ, അത് എന്തോ ആകട്ടെ, ഭൗതികമാകട്ടെ
ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഇതൊന്നും അതിനകത്ത് കൂട്ടിക്കലർത്താതെ ആ നിത്യതയെ ലക്ഷ്യമാക്കി ഓടിയാൽ അല്ലെങ്കിൽ നേരോടെ നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ യാതൊരു ആവശ്യങ്ങളും ദൈവം മുടക്കത്തില്ല. എന്താണോ വേണ്ടുന്നത് അത് തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആ പ്രാഗൽഭ്യത്തോടെ പറയാം. ഞങ്ങൾ 3 മക്കളുണ്ട് ഈ ഭൂമിയിൽ. നമുക്കും ആവശ്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങളും കർത്താവിനോട് അങ്ങോട്ട് ചോദിക്കാറില്ല ഇന്ന് വരെയും. കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, നീ എന്റെ കാര്യത്തിൽ വിശ്വസ്തയോടെ ആയിരുന്നാൽ ഞാൻ നിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. നമ്മൾ അങ്ങനെ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഏതൊരു കാര്യവും ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് വ്യക്തമായി അറിയാം. അതിശയം കൂറുമാറ് ഞങ്ങൾ 5 പേരും പറയാറുണ്ട്. കാരണം ഇത് യേശുപ്പച്ചൻ മുന്നമേ അറിഞ്ഞു. ആ വിഷയം തക്ക സമയത്ത് ആ പ്രോപ്പർ ടൈമിൽ ദൈവം അത് ചെയ്യും. നമ്മൾ അതിന്മേൽ ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കാറില്ല. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ചിന്ത പോലും വരുവാൻ ദൈവം അനുവദിക്കാറില്ല ആ നിലയിൽ. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടേതായി മാറും ആ വിഷയം. ഒരിക്കലും നമ്മുടെ വിഷയമാണ് നമ്മൾ നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്ന് അതിനെ വലുതാക്കി ഭയങ്കര പ്രശ്നമായി നമ്മൾ അതിനകത്ത് മാനസികമായി തകർന്നു പോകുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. രോഗമാണോ? ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ആ രോഗം അങ്ങനെ തന്നെ ഇരിക്കവേയും ദൈവത്തിന് നമ്മളെ നടത്തുവാൻ കഴിയും. അല്ല, ആ രോഗം മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ദൈവം അത് മാറ്റിത്തരും. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഒത്തിരി അനുഭവങ്ങൾ, സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് എല്ലാം പറയുന്നില്ല, ഇതുവരെയും ഒരു 26 വർഷം അല്ലെങ്കിൽ 28 വർഷമൊക്കെ ഹോസ്പിറ്റലിൽ പോകാതെ ഒരു കാര്യത്തിനും പോകാതെ ജീവിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി നോക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഒരു ജലദോഷം വന്നാൽ ഞങ്ങൾക്ക് പലപ്പോഴും അത് സഫർ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഓടിപ്പോയി ഒരു മെഡിസിൻ എടുക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ നിൽക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ നിർത്തും. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഹോസ്പിറ്റലിൽ പോയിട്ട് എത്രയോ, ചെറിയ രോഗമാകട്ടെ വലിയ രോഗമാകട്ടെ, സൗഖ്യമാകാതെ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. പോകണ്ട എന്നോ മരുന്നെടുക്കണ്ട എന്നോ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം, ഇതൊന്നുമല്ല ഞങ്ങളത് പറയുന്നതിന്റെ സാരം. എന്ത് കാര്യവും ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. നാം എങ്ങനെ വിശ്വസ്തയോടെ ദൈവം മുൻപാകെ ആയിരിക്കുന്നുവോ, ദൈവം ആ വിഷയങ്ങളുടെ മേലെല്ലാം വിശ്വസ്ത. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് വലഞ്ഞ് അത് മാനസികമായി നിങ്ങളെ വല്ലാതെ അലട്ടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വിശ്വസ്തമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെയും വഴി നടത്തട്ടെ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അല്ല, രോഗത്തിൽ കൂടി കടന്നു പോകേണ്ടതാണെങ്കിൽ നിശ്ചയമായും അതിനകത്തൂടി കടന്നു പോയിട്ട് അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാനിടയാകും. ഇതൊക്കെ സഹിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് അതിന്മേൽ തരും. നാം ഭാരപ്പെട്ടു പോകാൻ ഇടവരത്തില്ല. അതുകൊണ്ട് വളരെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ, ഭാരത്തിന്റെ ഒക്കെ നാളുകളിൽ നിങ്ങൾക്കതൊരു ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അതൊക്കെ ദൈവം തക്ക സമയത്ത് കറക്റ്റായിട്ട് പറയാറുണ്ട്, ഇന്നതുപോലെ ഇന്ന ഒരു രീതിയിലേക്ക് ആക്കി തീർക്കുന്നു എന്നുള്ളത്. അതുപോലെ ദൈവം ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിന്മേൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഏറിയ കൃപ തരട്ടെ, ഏറിയ ബലം തരട്ടെ. ഈ വിശ്വാസം നിങ്ങളുടെയും ജീവിതത്തിൽ അത് പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നാം ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ തയ്യാറെങ്കിൽ, ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചാലേ ദൈവത്തോടൊപ്പം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് വരെ ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ഞങ്ങൾ പിന്നിലോട്ട് നോക്കുവാൻ ഒരു അവസരം വന്നിട്ടില്ല. വിഷയങ്ങൾ വരാതെയല്ല, രോഗം വരാതെയല്ല, പ്രശ്നങ്ങൾ വരാതെയല്ല, പ്രതിസന്ധികൾ വരാതെയല്ല, ഞങ്ങൾ കടന്നു വന്ന പാതകളെ കുറിച്ചൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മാന്യപ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഒരു മാരുതിയുടെ വാഹനം വാങ്ങിയാൽ റിപ്പയർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വർഷം ഒരു സ്കൂട്ടർ വർഷോപ്പിൽ കൊണ്ടുപോയി അദ്ദേഹം പറയും, ആ മെക്കാനിക്ക് പറയും, ഇത് ഇവിടെ പണിയാൻ പറ്റത്തില്ല, ഇവിടെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ സ്പെയർ ഇവിടെ കിട്ടത്തില്ല. എന്നാൽ മാരുതി കമ്പനിയിൽ കൊണ്ടുപോയി അവിടെ ഒരു ഡീലറെ കൊടുത്ത്, ഒരു വർഷോപ്പിൽ കൊടുത്ത് അവർ പറയും, ഞങ്ങളിത് ചെയ്തു തരാം, കാരണം ഞങ്ങളാണ് ഇത് മാനുഫാക്ചർ ചെയ്തത്, ഇതിന്റെ സ്പെയറെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത് എങ്ങനെയാണ് സൃഷ്ടിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചു ഞങ്ങൾക്കറിയാം. സൃഷ്ടികർത്താവിന്റെ അടുക്കൽ നമ്മെ കൊടുത്താൽ നമ്മുടെ ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന സകലതും ദൈവം തരും. ആരോഗ്യം തരും, ആയുസ് തരും, ബുദ്ധി തരും, ജ്ഞാനം തരും, അറിവ് തരും, സമാധാനം തരും, സന്തോഷം തരും, അനുഗ്രഹം തരും. സകലതും ഈ ഭൂമിയിലെ മാത്രമല്ല, ഒരു മൊബൈലില് നെറ്റ്വർക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പോലെ സ്വർഗവുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധമുണ്ടാകും. ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടാകും.
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന പോലെ, ഒരു അമ്മയും കുഞ്ഞും ഒരുമിച്ചായിരിക്കുന്നത് പോലെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ആമേൻ. ഗൈഡ് ചെയ്യും. നമ്മുടെ ദൈവം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. അതായത് മരണത്തിൽ പോലും നമ്മൾ തോൽക്കുന്നവരല്ല. ആമേൻ. ഒരു ദൈവവിശ്വാസി സംബന്ധിച്ച് കർത്താവ് പറയുന്നത്, ഭൂമിയിൽ കർത്താവ് ആയിരുന്ന സമയത്ത് പറയുന്നത്, യേശു ആവുന്ന സമയത്ത് പറയുന്നത്, നീ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുമ്പോൾ, യേശു വിശ്വസിക്കുമ്പോൾ വേദപുസ്തകം, യേശുവിന്റെ വചനം, ദൈവശബ്ദം കൂടി വിശ്വസിക്കും. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നമുക്ക് നിത്യത കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കണം. അതായത് ദൈവം ദൈവമായിരിക്കും, നമ്മൾ മനുഷ്യനുമായിരിക്കും. ആമേൻ. നമ്മുടെ ഏത് വിഷയത്തിന്മേലും നമ്മുടെ മറ്റൊരു മനുഷ്യനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു വഴി തേടേണ്ട ആവശ്യമില്ല. ദൈവം തന്നെയാണ് എല്ലാത്തിനും വഴി. ആമേൻ. സ്തോത്രം. അതായത് വാഹനം, ഞാൻ പറഞ്ഞതുപോലെ മാരുതി കമ്പനി കൊണ്ടുവന്ന് കൊടുക്കും പോലെ നമ്മുടെ ഏത് വിഷയം, ഞാൻ പറഞ്ഞില്ല, എൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ന് ഈ അസ്ഥി സ്കാൻ ചെയ്താൽ, എക്സ്റേ എടുത്താലും ഇവിടെ എല്ലാം ഉണ്ട്. ആമേൻ. ഇവിടെ ദ്രവിച്ച അസ്ഥിയല്ല, ഇവിടെ വേൻ മാറിയതല്ല, ബലഹീനമായതല്ല. ഈ രണ്ട് ഘടകങ്ങൾക്കും എൻ്റെ ഏജിനേക്കാൾ അധികം ഞാൻ ഇന്നും പാടത്ത് പണിയെടുക്കും, എല്ലാ പണിയെടുക്കും, വാഹനങ്ങളെല്ലാം ഓടിക്കും. ഞാൻ പറഞ്ഞത്, ദൈവം വാക്കുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, ആമേൻ. അന്നും ഇന്നും. നമ്മൾ എത്ര ഓടിയാലും കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അനേകരെ കൊണ്ടുവരിക, നിത്യജീവൻ പ്രാപിക്കുക, ദൈവാത്മാവിനാലും ദൈവവചനത്തിൽ ഉറപ്പിക്കുക. ഒരു നിത്യതയ്ക്കായിട്ട് അവരെ ദൈവം ഒരുക്കട്ടെ. ആമേൻ. അവർക്ക് ലോകം തരാത്ത സമാധാനം ദൈവം കൊടുക്കട്ടെ. ദൈവം എപ്പോഴും താഴ്ച ഉയർത്തി ഉയർത്തി കൊണ്ടുവരും. പക്ഷെ ദൈവത്തോടൊപ്പം നിൽക്കുവാൻ നമ്മൾ തയ്യാറായി, ഒരു നല്ലൊരു മനസ്സിനുടമയായി, ദൈവം തന്ന സ്നേഹം, അക്കാല ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന രക്തം നൽകിയ സ്നേഹം വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ, ആമേൻ. ഇന്ന് ഇത് കേൾക്കുന്നവർ ഇതൊരു മുഖാന്തരമായി കണ്ടുകൊണ്ട്, ആമേൻ. യേശുവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഇവിടെ വചനത്തിൽ വിശ്വസിക്കുന്നു, ആമേൻ. അങ്ങ് പറയുന്നത് പോലെ ജീവിക്കാം. നമുക്കതിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിന്മേലും, നമ്മുടെ കുടുംബജീവിതത്തിനകത്താകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, കർത്താവിന്റെ വചനത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരും. ആമേൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകം വിട്ടു പിരിയുമ്പോൾ നിത്യമായൊരു സന്തോഷം. ആമേൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് സമാധാനത്തിന് പരിമിതികളുണ്ട്, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹ പരിമിതികളുണ്ട്. അതെല്ലാം, എന്തെല്ലാം നമുക്ക് ഭൂമിയിൽ ലഭിച്ചാൽ, എത്ര കാറുകൾ ലഭിച്ചാലും, ഭവനങ്ങൾ ലഭിച്ചാലും, എത്ര ബാങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് വന്നാലും, ഇതെല്ലാം ഒരു ദിവസം നമ്മൾ ഇട്ടേച്ചു പോകും. ആമേൻ. കഴിഞ്ഞ കാലം ജീവിച്ചിരുന്നെല്ലാം ഇട്ടേച്ചു പോകും. നമ്മുടെ പിതാക്കന്മാരുടെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജീവിക്കുന്നവരും അങ്ങനെ തന്നെ, ഇനി ജനിക്കാനിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവം എറ്റേണൽ, ആരംഭവുമില്ല അവസാനവുമില്ല. ഈ ദൈവത്തോടൊപ്പം നിത്യമായൊരു സന്തോഷത്തിലേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യമായൊരു സന്തോഷം ലഭിക്കും. അത് ദൈവത്തോടൊപ്പമാണെങ്കിൽ നമുക്ക് ലഭിക്കും. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മയ്ക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, പിതാവിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഹസ്ബൻഡിനോ വൈഫിനോ സുഹൃത്ത് ബന്ധങ്ങൾക്കോ ആർക്കും മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് ആശ്വസിപ്പിക്കാൻ കഴിയും. ആമേൻ. നിങ്ങളുടെ ഓരോ വിഷയങ്ങളെ, ഹൃദയ നൊമ്പരങ്ങൾ, ഹൃദയ നുറുക്കങ്ങൾ, ഒരിക്കലും മാർത്ത മറിയ പറഞ്ഞു, അവൻ എൻ്റെ സഹോദരൻ മരിച്ചു, നാറ്റം വെച്ചു. ആശ്വസിപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കല്ലറയഴിക്കോ, മരിച്ചടക്കപ്പെട്ടു. പക്ഷേ കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ യേശുവിൻ്റെ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ആ മനുഷ്യനെ ജീവനോടെ തിരിച്ചു കൊടുത്ത സ്വന്തം സഹോദരൻ. ദൈവത്തിന്റെ ആശ്വാസം ഇങ്ങനെയാണ്, അല്ലാതെ വാക്കുമാത്രമല്ല. രോഗമാണെങ്കിൽ രോഗ സൗഖ്യം നൽകി ദൈവം ആശ്വാസം തരും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന അരോമ TV, ദേവദാസിന്, കുടുംബത്തിന്, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾ കേട്ട പ്രേക്ഷകർക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവദാസനോട് കൂടി. ആമേൻ. സ്തോത്രം. ഒരുമിച്ച് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കർത്താവ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. അന്നു മുതൽ ഇന്നുവരെ കടന്നുപോയ എല്ലാ കഷ്ടതയുടെ നടുവിലും സന്തോഷത്തിൻ്റെ നടുവിലും അത് ഒരുമിച്ച് സഹിപ്പാനും അഭിമുഖീകരിക്കുവാനും
ഒരുമിച്ച് നിൽക്കുവാനും ദൈവം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഒരുമിച്ച് വിജയിക്കാനും കഴിഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രശ്നത്തിൻ്റെ നടുവിലും എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഈ കാലയളവിലൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് ആർക്കും ആമേനെ ആരുടെയും മുൻപിൽ തല കുനിക്കേണ്ടി വന്നില്ല. സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന അത്ഭുതകരമായ വഴികൾ തുറന്നു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവ വചനം നമ്മൾ പഠിക്കുമ്പോൾ ജോസഫ് ഒരു ഘട്ടത്തിൽ തൻ്റെ സഹോദരന്മാരാൽ മിസ്രൈമിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ജോസഫ് മിസ്രൈമിലേക്ക് പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ എല്ലാവരും മിസ്രൈമിലേക്ക് പോയി. അവിടെ അവർ വർദ്ധിച്ച് പെരുകി. ഗോശൻ ദേശത്ത് അവർ വലിയൊരു ജനസമൂഹമായി മാറ്റപ്പെട്ടു. അതൊരു അന്യദേശമായിരുന്നു. പക്ഷെ ആ കാലയളവെന്ന് പറയുന്നത് അവർ ആ ദേശത്ത് വർദ്ധിച്ച് പെരുകി എല്ലാ നിലയിലും അവർ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ ഒരു കാലയളവ് ദൈവം അവർക്ക് അവിടെ നിശ്ചയിച്ചിരുന്നു. ആ കാലയളവ് പൂർത്തീകരിക്കപ്പെട്ടു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം 400 വർഷം ആയപ്പോൾ അവരുടെ അവിടുത്തെ വീസായും കഴിഞ്ഞു, അവരുടെ അവിടുത്തെ കാലാവധി പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ 430 വർഷം ഇസ്രായേൽ ജനം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 30 വർഷക്കാലം അവരവിടെ താമസിച്ചു. പക്ഷെ അവരുടെ വീസയൊക്കെ തീർന്ന ഒരു കാലയളവായിരുന്നു. അവിടെ അവർ വളരെ ഏറെ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ അവരവിടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം പല വഴികളെ അവരുടെ മുൻപാകെ ഒരുക്കി കൊടുത്തു. പക്ഷേ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല, അവർ തയ്യാറായില്ല. പിന്നെയും അവിടുത്തെ ആ സാഹചര്യത്തിൽ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ജീവിച്ചു. പക്ഷേ ദൈവം അവർക്ക് ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അവരുടെ നടുവിൽ അവർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതെ. പിന്നത്തേത് ദൈവം തൻ്റെ ദാസനായ മോശയെയും അഹരോനെയും അവരുടെ രക്ഷകരായി അവരെ അവിടുന്ന് പിടിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരായിട്ട് അവരുടെ അടുക്കലേക്ക് ദൈവം അയച്ചു. സ്തോത്രം. മോശയും അഹരോനും മുഖാന്തരം ഇസ്രായേൽ ജനം മുഴുവനുമായി അവിടെ നിന്ന് ഒരു കുളമ്പ് പോലും അവിടെ ശേഷിപ്പിക്കാതെ മുഴുവൻ എണ്ണത്തിനെയും ഇവിടെ സൗദി അറേബ്യയിലെ നിയമം പറഞ്ഞു, ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ജനിച്ച 2 മക്കളെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം നിങ്ങൾക്ക് പോകാമെന്ന്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെ അല്ലായിരുന്നു. ഇസ്രായേൽ ജനത്തെ ഒരെണ്ണത്തിനെ പോലും അവിടെ ശേഷിപ്പിക്കാതെ, ഒരു കുഞ്ഞിനെ പോലെ, ഒരു പ്രായമായതിനെ പോലെ അവരുടെ ഒരു നന്മയും അവിടെ ഇട്ടേക്കാതെ മുഴുവൻ ക്രമീകരണങ്ങളുമായി ദൈവം അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു പ്രത്യേക ഒരു സമയത്തേക്ക് കർത്താവിൻ്റെ ദാസനും കുടുംബവും ഏതാണ്ട് 19 വർഷം അവിടെ ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? ആമേനെ. ഇത്രയും കാലയളവ് അവിടെ പാർത്ത് അവിടുത്തെ നന്മകൾ അനുഭവിക്കുവാൻ, 2 കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. നിയമപ്രകാരം അവിടുത്തെ നിയമം വളരെ കഠിനമാണെങ്കിലും അത് ആ സമയത്തേക്ക് ദൈവം അനുവദിച്ചതാണ്. എന്നാൽ തക്ക സമയമായപ്പോൾ അവിടുത്തെ നിയമപ്രകാരം ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവിടുത്തെ ജയിൽ ശിക്ഷിക്കപ്പെട്ട് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയോ നാട് കടത്തപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ അതിനൊന്നും അനുവദിക്കാതെ തക്ക സമയമായപ്പോൾ അവിടെ നിന്ന് ദൈവം പുറപ്പെടും. എന്തിനാണ് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. ഒരു സമയത്ത് സൗദി അറേബ്യയിൽ അവിടെ അധ്വാനിക്കുവാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുവാനും
ദൈവത്തോട് അടുത്ത് ഇടപഴകുവാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കർത്താവ് മടക്കി വരുത്തി. ഒരു മോശയെ ഉപയോഗിച്ച്, ഒരു അഹരോനെ ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തുന്നത് പോലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് കർത്താവിൻ്റെ ദാസിനെയും ദാസിയെയും 3 കുഞ്ഞുങ്ങളെയും അവിടെ ഒരു ദോഷവും ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും ദൈവം അനുകൂലമായി ക്രമീകരണങ്ങൾ ചെയ്ത തക്ക സമയത്ത് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഇന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശക്തമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി നിങ്ങളുടെ സാക്ഷ്യം തീരട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ദൈവം നൽകിത്തന്ന് കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിപ്പാൻ ദൈവദാസനെയും കുടുംബത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നാം എല്ലാവരും നിയമത്തിന് വിധേയപ്പെട്ടവരാണ്. മാനുഷിക നിയമങ്ങൾ നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അനുസരിക്കണം. അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ മാനുഷിക നിയമങ്ങൾക്ക് ലംഘിക്കുന്നവരായിരിക്കുവാനല്ല, പകരം നമ്മളതിന് വിധേയപ്പെട്ട് അനുസരിച്ച് നമുക്കും ജീവിക്കുവാൻ ഉള്ള അവസരങ്ങൾ കർത്താവ് തരട്ടെ. മറ്റേതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന, ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ നിയമക്കുരുക്കുകൾക്കൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങൾ മാനസികമായി തകർന്നൊരു പക്ഷേ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബം, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, ഭാര്യ, ഭർത്താവ് ഒക്കെ കരയുന്നുണ്ടാവാം. ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. തക്ക സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് രക്ഷപ്പെട്ടു വരുവാൻ, പുറത്തു വരുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ തുറന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എഴുതുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ പുറപ്പെട്ടു വന്ന് ഈ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഈ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വൻ കാര്യങ്ങളെ ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളുണ്ട്, നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ മക്കളോ മാതാപിതാക്കന്മാർ ആരെങ്കിലും കടന്നു പോകുന്നു ഞങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ അനുകൂലമാക്കി എഴുതും എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസനിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ആഗ്രഹമാക്കൂ, പ്രാർത്ഥിക്കൂ. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന ദേശത്ത് ഒരുപക്ഷെ നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലില്ലായിരിക്കാം, വിസ കാലാവധി കഴിഞ്ഞായിരിക്കാം, ഇക്കാമയില്ലായിരിക്കാം, നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം, ജോലിയില്ലായിരിക്കാം, രഹസ്യമായിട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയാതെ കുടുക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര സങ്കീർണമായിരുന്നാലും രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുതായിട്ടില്ല. ആകയാൽ നമുക്ക് വേണ്ടി കരം നീട്ടുന്ന, കേൾക്കുന്ന, കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ ആ ദൈവത്തിൻ്റെ മുൻപാകെ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ളവരായിരുന്നോളട്ടെ, നിങ്ങളെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഏറ്റുപറയുമ്പോൾ വിശ്വസിക്കുന്നു. നിങ്ങളെയും ആ ദൈവത്തിന് രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോയ് പാസ്റ്റർ ഈ സമയം ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എനിക്ക് വരെ നല്ല നിമിഷങ്ങൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന, ആയിരിക്കുന്ന പാതയിൽ അനുഭവിക്കുന്ന വിഷയങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടികൾ കാണുന്നില്ലെങ്കിൽ കാണുന്ന ഒരു കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ കരത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. അവർക്കത് ആശ്വാസമായി തീരുവാൻ, സമാധാനമായി തീരുവാൻ, ദൈവം ആരെന്ന് അറിയുവാൻ തക്കവണ്ണം കർത്താവെ, ഉലകത്തിൽ നിന്ന് ലഭിക്കാത്തത് ഉയരത്തിലെ സർവശക്തന ദൈവത്തിൽ നിന്ന് അനുഭവിപ്പാൻ, സർവശക്തന ദൈവത്തെ അവരെ അറിയുവാനും അനുഭവിപ്പാനും
കർത്താവ് അവരെ സഹായിക്കുമാറ് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകണമേ. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം പകരണമേ. പെറ്റതള്ള മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് വാക്ക് പറഞ്ഞ നാഥന്റെ കരത്തിൽ ഏൽപ്പിക്കും. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസയുടെ നിർവഹങ്ങളെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. നിയമത്തിന്റെ ചങ്ങൽ ബന്ധിക്കപ്പെട്ടവരെ കിടന്നവർ പ്രാർത്ഥിക്കുന്നു. അഴിപ്പാശക്തനായ നാഥന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളെയും, ഇത് കാണുന്ന ഓരോ കർത്താവെ, അങ്ങയുടെ കർത്താവെ ഓരോ മക്കളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ശക്തീകരിക്കണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ, ഉറപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, വിശ്വാസത്തിൽ നിർത്തണപ്പാ. അവിടെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം നൽകി നിത്യയുടെ സന്ദേശത്താൽ അവരെ നിറയ്ക്കണമേ, നിത്യജീവനാൽ നിറയ്ക്കണമേ. അങ്ങനെ മറക്കാത്ത ഒരു അനുഭവത്തിലൂടെ അവരെ കൂട്ടിച്ചേർക്കും പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായി തന്ന കർത്തദാസനെ ഈ ചാനലുകൾ പ്രാർത്ഥിക്കും. മഹത്വം അങ്ങെടുക്കും യേശുവിന്റെ തന്നെ നമ്മുടെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് ജോസഫ് അവറുകൾ, സിസ്റ്റർ നീന ജോയിയോടുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസും തന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹോത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com